ഈ സാംസ്കാരികോത്സവത്തിലേക്ക് എത്തിച്ചേർന്ന എല്ലാ വിശിഷ്ട അതിഥികളെയും വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. പ്രബോധനന്മാരായ ഋഷിമാരുടെ അനുഭൂതി സമ്പന്നമായ ദർശനങ്ങളെ യുവതലമുറയ്ക്ക് വാരി വിതറിക്കൊണ്ട് പൈതൃക ജില്ല പാലക്കാട് അമൃതം ഭാഗവത മഹോത്സവത്തിന് കൊടിയേറിയിരിക്കുകയാണ്. ആധുനിക തലമുറ ആലങ്കാരിക ജീവിതത്തിൻ്റെ ക്ഷണികമായ അനുഭൂതിയിലേക്ക് നടന്നു നീങ്ങുമ്പോൾ തലമുറയുടെ ജീവിത വീക്ഷണങ്ങളിലേക്ക് തെറ്റും ശരിയും ഏതെന്നുള്ള തിരിച്ചറിവ് നൽകിക്കൊണ്ട് പൈതൃകത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും ഒരു സംസ്കാരത്തെ പകർന്നു നൽകുകയാണ് ഈ മഹോത്സവത്തിൻ്റെ ലക്ഷ്യം. ആർഷഭാരത സിദ്ധാന്തങ്ങൾ സംസ്കരിച്ചെടുത്ത പൈതൃകത്തിൻ്റെ പ്രതിസ്ഫുരണങ്ങളാണ് അമൃതം ഭാഗവത മഹോത്സവത്തിൻ്റെ ഓരോ ദിനങ്ങളും. ജ്ഞാനസപ്താഹത്തിൻ്റെ ഈ അമൃത സരസ് ഓരോ ദിനവും ഓരോ സാംസ്കാരിക പരിപാടികൾക്ക് തയ്യാറെടുക്കുന്നു. ഇന്ന് വേദിയിൽ അമൃതം സാമൂഹ്യ സേവനം. സാമൂഹ്യ സേവനത്തേക്കാൾ വലിയൊരു പൂജയും യജ്ഞവും ഇല്ല തന്നെ. മാനവസേവ മാധവസേവ എന്ന് ശാസ്ത്രവും മഹത്തുക്കളും ഉദ്ഘോഷിക്കുന്നു. ആത്മീയതയും സാമൂഹിക സേവനവും പരസ്പര പൂരകമാണ്. സാമൂഹിക സേവനം ചെയ്യുന്ന ആളുകൾ നിഷ്കാമ കർമ്മയോഗികളാണ്. എത്ര തന്നെ അനുമോദിച്ചാലും മതിയാവാത്ത പ്രവർത്തനങ്ങളുടെ കരുത്താണ് ഇന്ന് ഈ വേദിയിൽ പാലക്കാട് ജില്ലയിലെ 88 പഞ്ചായത്തിലെയും 7 മുനിസിപ്പാലിറ്റിയിലെ പ്രതിനിധികളെയും ആദരിക്കുവാനും അനുമോദിക്കുവാനും സാന്ദീപനി സാധനാലയം തീരുമാനിച്ചത്. അമൃതം സാമൂഹ്യ സേവനം എന്ന സാംസ്കാരിക പരിപാടിയിലൂടെ പാലക്കാടിൻ്റെ പൈതൃകത്തെ രേഖപ്പെടുത്തുവാൻ ലഭിച്ച ഈ അപൂർവ നിമിഷത്തെ സ്മരിച്ചുകൊണ്ട് ഭാരതത്തിൻ്റെ പേരുള്ള ഭാരതപ്പുഴ പാലക്കാട് യാഗയജ്ഞങ്ങളുടെ ഈറ്റില്ലം, പന്തിരുകുലത്തിൻ്റെ നാട്, 406 ആദിവാസി ഊരുകൾ, 108 ബ്രാഹ്മണ അഗ്രഹാരങ്ങൾ, 4000-ലധികം തറവാടുകൾ, സംഗീതം, സാഹിത്യം, കല, സാംസ്കാരികം, രാഷ്ട്രീയം, കായികം തുടങ്ങിയ രംഗത്തെ മഹത്തുക്കൾ, കണ്യാർകളിയുടെയും പൊറാട്ടുനാടകത്തിൻ്റെയും നാവേറുപാട്ടിൻ്റെയും നാട് ഇത്യാദി പ്രത്യേകതകൾ വെച്ച് നോക്കുമ്പോൾ മറ്റൊരു നാടിനും അവകാശപ്പെടാനാവാത്ത പൈതൃകം പാലക്കാട്ടിനുണ്ട്. ഇവിടെ നടക്കുന്ന ഓരോ സാംസ്കാരിക സമ്മേളനവും ചെന്നെത്തുന്നത് ആത്യന്തിക ലക്ഷ്യമായിട്ടുള്ള പൈതൃക ജില്ല എന്ന പ്രഖ്യാപനത്തിലേക്കാണ്. പൈതൃകത്തിൻ്റെ കളിത്തൊട്ടിലായ പാലക്കാട് ജില്ലയുടെ ഓരോ ഗ്രാമപഞ്ചായത്തിലെയും മുനിസിപ്പാലിറ്റിയുടെയും പ്രസിഡന്റുമാരും ചെയർമാൻ ചെയർപേഴ്സൺമാരും ഇന്നിവിടെ സന്നിഹിതരായിട്ടുണ്ട്. വേദിയിലേക്ക് എല്ലാ മഹത്തുക്കളെയും സാദരം ക്ഷണിക്കുകയാണ്. ഇവിടെ ഈ അമൃത സരസിൻ്റെ വേദിയിൽ പൈതൃക ജില്ല പാലക്കാട് അമൃതം ഭാഗവത മഹോത്സവത്തിൽ സന്നിഹിതരായ ഏവർക്കും സാന്ദീപനി സാധനാലയത്തിൻ്റെ ഊഷ്മളമായ സ്വാഗതം. അമൃതം സാമൂഹ്യ സേവനത്തിൻ്റെ ഇന്നത്തെ ഈ വേദി ജില്ലയിലെ 88 പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും 7 മുനിസിപ്പാലിറ്റി ചെയർമാൻ ചെയർപേഴ്സൺമാരെയും സ്വീകരിക്കുന്നതിനായി തയ്യാറെടുത്തു കഴിഞ്ഞു. വളരെ ഗൗരവമേറിയ സ്ഥാനത്തിരുന്ന് ഓരോ പ്രദേശത്തെയും നയിക്കുന്ന നാടിൻ്റെ ഈ സാരഥികളെ അനുമോദിക്കാനുള്ള ഈ അവസരത്തെ വളരെ കൃതാർത്ഥതയോടുകൂടി ഏറ്റെടുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പൈതൃക ജില്ല പാലക്കാടിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ സാംസ്കാരിക ഉത്സവം ഇന്ന് ശ്രീ ചേറ്റൂർ ശങ്കരൻ നായർ ദിനമായി കൊണ്ടാടുന്നു. ഒരു ഇന്ത്യൻ അഭിഭാഷകനും രാഷ്ട്രതന്ത്രജ്ഞനുമായിരുന്ന പാലക്കാടിൻ്റെ അഭിമാനഭാജനമാണ് സർ ശങ്കരൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ മലയാളി അധ്യക്ഷനാണ് ഇദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം ഇന്ന് നാടിൻ്റെ അധ്യക്ഷന്മാരെ നാം ആദരിക്കുന്നു. നമുക്കറിയാം, ശ്രീ ചേറ്റൂർ ശങ്കരൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ജീവചരിത്രം 2024 നവംബറിൽ ധർമ്മ പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ ഒരു സിനിമയായി റിലീസ് ചെയ്യാൻ പോകുന്ന വിവരം. ഇത്തരത്തിൽ മഹാരഥന്മാരുടെ പേരുകൾ
കാലം രേഖപ്പെടുത്തുന്ന ഈ പ്രവർത്തനത്തിൽ നമുക്കും അഭിമാനിക്കാം. അമൃതം സാമൂഹ്യ സേവനം എന്ന മഹത്തായ ഈ ഔദ്യോഗിക കാര്യപരിപാടികൾ ആരംഭിക്കുകയായി. ആദ്യമായി പ്രാർത്ഥന ആലപിക്കുന്നതിനായി ശ്രീ നിവേദ്യ കൃഷ്ണകുമാറിനെ ക്ഷണിക്കുന്നു. അമൃതം സാമൂഹ്യ സേവനം എന്ന സാംസ്കാരികോത്സവത്തിൻ്റെ ദീപപ്രജ്വാലനമാണ്. വേദിയിലെ പൂജ്യ സ്വാമിജി ഉൾപ്പെടെയുള്ള വിശിഷ്ട സാന്നിധ്യങ്ങളെ ദീപപ്രജ്വാലനത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. പൈതൃക ജില്ല പാലക്കാട് അമൃതം ഭാഗവത മഹോത്സവത്തിൻ്റെ 1-ാം ദിവസമായി ഇന്ന് സർ ചേറ്റൂർ ശങ്കരൻ ദിനമായി ആചരിക്കുന്നു. ഇന്ത്യയിലെ പ്രമുഖ അഭിഭാഷകനും ഭാഷാതന്ത്രജ്ഞനും മദ്രാശി അഡ്വക്കേറ്റ് ജനറലും മദ്രാസ് ഹൈക്കോർട്ട് ജസ്റ്റിസും വൈസ്രോയുമായ എക്സിക്യൂട്ടീവ് അംഗവും ഇതിലെല്ലാം ഉപരി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ ഏക മലയാളി അധ്യക്ഷനുമായ സർ ശങ്കരൻ നായർ സ്വാതന്ത്ര്യാനന്തരം വിഭജിച്ച് കിടന്നിരുന്ന നാട്ടുരാജ്യങ്ങളെ ഭാഷാ അടിസ്ഥാനത്തിലും ആചാര അനുഷ്ഠാനങ്ങളുടെ അടിസ്ഥാനത്തിലും സംസ്ഥാനങ്ങളാക്കുവാൻ ഉരുക്കു മനുഷ്യനായ സർദാർ വല്ലഭായ് പട്ടേലിന് വലം കൈയായി പ്രവർത്തിച്ച മലയാളി സർ ചേറ്റൂർ ശങ്കരൻ പല പരാമർശങ്ങൾക്കിടയിൽ നിന്നും ബ്രിട്ടീഷ് സർക്കാരിന് മുന്നിൽ ആവശ്യങ്ങൾ ഉന്നയിച്ച് നേടിയെടുക്കുവാൻ അഹോരാത്രം പ്രവർത്തിച്ച ആ മഹത്തിൻ്റെ ഓർമ്മയ്ക്കായി പാലക്കാടിൻ്റെ ഓർമ്മ ദിനമായി ഇന്ന് ചേറ്റൂർ ശങ്കരൻ ദിനമായി നാം ആചരിക്കും. അവരുടെ ഓർമ്മ ദിനത്തിൽ സാമൂഹ്യ സേവന രംഗത്ത് നാടിൻ്റെ നന്മയ്ക്കും പുരോഗതിക്കുമായി പ്രവർത്തിക്കുന്ന ജില്ലയിലെ 88 പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും 7 മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺമാരെയും അമൃതം സാമൂഹ്യ സേവനം എന്ന ഈ സാംസ്കാരിക വേദിയിൽ ആദരിക്കുന്നു. ചടങ്ങ് ആദരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ നിന്നും ഏറ്റുവാങ്ങിയ ദീപം ഇന്നത്തെ ഈ വേദിയെ ദീപ്തമാക്കുന്നു, ധന്യമാക്കുന്നു, ചന്തവും ചൈതന്യവും പകരുന്നു, പ്രകാശപൂരിതമാക്കുന്നു. അമൃതം സാമൂഹ്യ സേവനം സാംസ്കാരിക വേദിയിൽ സ്വാഗതം പറയുന്നതിനായി സാധനാ മാതൃസമിതി അംഗം ശ്രീ ഹേമാംബികയെ ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന
മഹത് വ്യക്തികൾക്കും മാന്യ സദസ്സിനും എൻ്റെ വിനീതമായ പ്രണാമം. ഞാൻ എൻ്റെ കർത്തവ്യമായ സ്വാഗത ഭാഷണത്തിലേക്ക് കടക്കട്ടെ. ഇന്ന് സാന്ദീപനി സാധനാലയം അമൃതം ഭാഗവതം മഹോത്സവത്തിൻ്റെ ആദ്യ ദിനമായ അമൃതം സാമൂഹ്യ സേവനമായി ആചരിക്കുന്ന ദിനമാണല്ലോ. ഇന്നത്തെ വേദി വിശിഷ്ട വ്യക്തികളെ കൊണ്ട് ധന്യമായിരിക്കുന്നു. ആദ്യമായി ഇന്നത്തെ യോഗത്തിൻ്റെ അധ്യക്ഷ ശ്രീമതി പ്രവീത മുരളീധരൻ, മാത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അവർക്ക് സ്നേഹനിർഭരമായ സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. ഇന്നത്തെ ഈ സാമൂഹിക സേവനം പരിപാടി ഉദ്ഘാടനം ചെയ്യുവാൻ ഇവിടെ എത്തിച്ചേരാം എന്ന് നമ്മോട് വാക്ക് പറഞ്ഞിരുന്ന മാതൃകാ സാമൂഹ്യ പ്രവർത്തനം നമ്മുടെ പാലക്കാടിൻ്റെ ബഹുമാന്യനുമായ ശ്രീ MP ശ്രീകണ്ഠൻ സാറിനും സാന്ദീപിനി സാധനാലയത്തിൻ്റെയും സാധനാ മാതൃസമിതിയുടെയും സ്വാഗതം അറിയിക്കുന്നു. വൈകിയ വേളയിലും അദ്ദേഹം എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ ഈ പരിപാടി വർണ്ണശോഭയാക്കുവാൻ യുവത്വത്തിൻ്റെ പ്രതീകമായ നമ്മുടെ പ്രിയങ്കരനായ പാലക്കാടിൻ്റെ MLA ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനും സാന്ദീപനി സാധനാലയത്തിൻ്റെയും സാധനാ മാതൃസമിതിയുടെയും സ്നേഹോഷ്മളമായ സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. അവരും വരാമെന്ന് ഏറ്റിട്ടുണ്ട്, വൈകിയാലും എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ സമൂഹത്തിന് സേവനം ചെയ്യുവാനായി അഹോരാത്രം പ്രയത്നിക്കുന്ന പാലക്കാട് ജില്ലയിലെ ജില്ലാ പ്രസിഡന്റ് അവർക്കും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് 88 പഞ്ചായത്തിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുനിസിപ്പൽ ചെയർമാൻ, ചെയർപേഴ്സൺ എന്നിവർക്കെല്ലാം സാന്ദീപിനി സാധനാലയത്തിൻ്റെയും സാധനാ മാതൃസമിതിയുടെയും ആത്മാർത്ഥമായ സ്വാഗതം ആശംസിക്കുന്നു. അവരെ 88 പഞ്ചായത്തിൽ നമ്മൾ ക്ഷണിച്ചുവെങ്കിലും കുറച്ച് പഞ്ചായത്തിൽ നിന്ന് വരാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും അവർക്കും ഞാൻ സ്വാഗതം പറയുന്നു. ഈ സദസ്സ് അലങ്കരിക്കുവാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ഭക്തജനങ്ങൾക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം പറയുന്നു. കൂടാതെ അനുഗ്രഹ ഭാഷണത്തിനായി നമ്മോടൊപ്പമുള്ള ഭാഗവതാചാര്യൻ ശ്രീമാൻ ഉദിത് ചൈതന്യ സ്വാമികൾക്കും സാന്ദീപനി സാധനാലയത്തിൻ്റെയും സാധനാ മാതൃസമിതിയുടെയും പേരിൽ ആത്മാർത്ഥമായ സ്വാഗതം ആശംസിക്കുന്നു. കൂടാതെ നമ്മോടൊപ്പം ഏത് പരിപാടിയിലും ക്ഷേത്രദർശൻ മാസികയുടെ പ്രതിനിധിയായ സനൽ അവർക്കും സാന്ദീപിനി സാധനാലയത്തിൻ്റെ ഈ പേരിലും സാധനാ മാതൃസമിതിയുടെ പേരിലും ആത്മാർത്ഥമായി സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. അമൃതം സാമൂഹ്യ സേവനം സാംസ്കാരിക വേദിയിൽ അടുത്തതായി അധ്യക്ഷസ്ഥാനം നിർവഹിക്കുന്നത് നമ്മുടെ പ്രിയങ്കരിയായ മാത്തൂർ പഞ്ചായത്ത് പ്രസിഡൻ്റാണ് ശ്രീ പ്രവിത മുരളീധരൻ. ഔദ്യോഗിക രേഖകളിൽ സർ, മാഡം എന്നീ ശബ്ദങ്ങൾ ഒഴിവാക്കി പ്രശസ്തി നേടിയ മാത്തൂർ പഞ്ചായത്തിൻ്റെ സാരഥിയായ ശ്രീ പ്രവിത ചേച്ചിയെ പൈതൃക ജില്ലയ്ക്ക് വേണ്ടി ഹാർദമായി ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സാന്ദീപനി സാധനാലയം ഒരു മഹോത്സവമാണ് ഈ ആനിക്കോട് പ്രദേശത്ത് നടക്കുന്നത്. അതിനായി എത്തിയ നമ്മുടെ പാലക്കാടിൻ്റെ നഗരസഭയുടെ ചെയർപേഴ്സൺ, പാലക്കാട് ജില്ലയിലെ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാർ, മറ്റു വിശിഷ്ട വ്യക്തികൾ, അതുപോലെ തന്നെ നമ്മുടെ ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഈ പരിപാടി സംഘടിപ്പിച്ച ശ്യാം ചൈതന്യ, അതുപോലെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ, ഇന്ന് ഭക്തി പ്രഭാഷണം നടത്തിയ നമ്മൾ ഏറ്റവും അവസാനം കേൾക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിൽ കേൾക്കാനുണ്ടായിരുന്നു. സ്വാമിജി ഉൾപ്പെടെയുള്ള എല്ലാ നല്ലവരായ നാട്ടുകാർക്കും നമസ്കാരം. നമുക്കറിയാം, അഞ്ചുമൂർത്തി ക്ഷേത്രവും അതിൻ്റെ ചരിത്രവുമെല്ലാം നമ്മൾക്കറിയാവുന്നതാണ്.
എന്തായാലും മാത്തൂർ പഞ്ചായത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് നമ്മുടെ ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രം എന്നുള്ളത്. കുറച്ചു വർഷങ്ങളായി അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത നമ്മുടെ സ്വാമിജി കൃത്യമായുള്ള പ്രവർത്തനങ്ങളും ചിട്ടയായ ഒരു പ്രവർത്തനം, അതുപോലെ തന്നെ ഇന്നാട്ടിലെ എല്ലാ ആളുകളെയും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ പരിപാടികളും ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നത്. അതുതന്നെ ഏറ്റവും അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇന്ന് ഈ മഹോത്സവം നടക്കുന്നത് 7 ദിവസമാണ്. ഇന്ന് നമ്മുടെ ജില്ലയിലെ എല്ലാ പ്രസിഡന്റുമാരെയും ആദരിക്കാൻ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട് എന്ന് 2 മാസങ്ങൾക്ക് മുൻപ് തന്നെ അദ്ദേഹം അറിയിച്ചിരുന്നു. കുറച്ച് പേരൊക്കെയാണ് എത്തിയിട്ടുള്ളൂ, മറ്റ് തിരക്കുകൾ കൊണ്ട് എല്ലാവർക്കും എത്താൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും വലിയൊരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. അത് കേൾക്കാനും ഭക്തി പ്രഭാഷണങ്ങളും അതുപോലെ തന്നെ ഈ 7 ദിവസം ഇവിടെ തിരക്കാണ്, ഫുൾ ടൈം തിരക്കായി നടക്കുകയാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഇവിടുത്തെ ആനിക്കോട് പ്രദേശത്തുള്ള എല്ലാ സ്ത്രീജനങ്ങളും ഈ ഒരു പരിപാടി എന്നല്ല, പക്ഷേ വർഷങ്ങളായി ഈ അമ്പലവും ഇതിനു വേണ്ട പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഞാൻ ഇടയ്ക്ക് ഓരോ പരിപാടികൾക്കൊക്കെ ഇവിടെ വന്ന് പങ്കെടുക്കാറുണ്ട്. അതൊരു കൂട്ടായ്മയാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മളൊരു കാര്യം നടത്തുമ്പോൾ അതിലൊരു കൂട്ടായ്മ വേണം. ആ കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുക്കാൻ നമ്മുടെ ഇവിടുത്തെ ശ്യാം ചൈതന്യ അവർക്ക് അത് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരെയും ഒത്തൊരുമിച്ച് കൊണ്ടുപോകാനും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനും, അതുപോലെ തന്നെ നമ്മളുടെ ഭക്തി പ്രഭാഷണത്തിൻ്റെ അവസാന സമയത്ത് പറഞ്ഞു അല്ലേ, പാലക്കാട് പൈതൃക ജില്ല. അതെ, നമ്മുടെ ജില്ലയിലുള്ള കാര്യങ്ങൾ ഒരുപാട് മഹാരഥന്മാർ ഉണ്ടായിട്ടുള്ള ഒരു ജില്ല. അതിനെക്കുറിച്ചൊക്കെ പഠിക്കാൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാൻ നമ്മുടെ കുട്ടികൾക്കൊരു അവസരം അല്ലെങ്കിൽ ഒരു പാഠ്യ പദ്ധതിയിൽ അത് ഉൾപ്പെടുത്തി ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം സക്സസ് ആവും എങ്കിലും നമ്മൾക്കൊക്കെ ഒരു ശ്രമം, ഞങ്ങളെപ്പോലുള്ള ജനപ്രതിനിധികൾ നമ്മളുടെ മുതിർന്ന ജനപ്രതിനിധികളോടൊക്കെ ഇത് അവതരിപ്പിക്കാനും ഒക്കെ ഒരു വേണ്ടിയാണ് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അതുപോലെ തന്നെയാണ് കൃഷിയെക്കുറിച്ച് പറഞ്ഞു അല്ലേ, ഒരു പാഠ്യ പദ്ധതിയിൽ ഒരു വിഷയം കൃഷിയായി വരണമെന്ന്. ഇന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് ഫുൾ ടൈം ഫോണും കാര്യങ്ങളുമൊക്കെയായി മക്കളെല്ലാവരും ആ നിലയിലേക്ക് മാറുകയാണ്. മയക്കുമരുന്ന് പോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരാനാണ് അദ്ദേഹം അവസാനം ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ നമ്മളൊരു ജനപ്രതിനിധി ഉള്ള നിലയിൽ ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെ മേൽതലങ്ങളിൽ ഈ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കാനും വിവരങ്ങൾ ധരിപ്പിക്കാനും ഞങ്ങളെല്ലാവരും ഈ വന്ന എല്ലാവരും ഒരു ശ്രമം നടത്തും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അമൃതം സാമൂഹ്യ സേവനം എന്ന ഈ സാംസ്കാരികോത്സവത്തിൽ അടുത്തത് മുഖ്യ പ്രഭാഷണമാണ്. പ്രഭാഷണം നടത്തി നമ്മെ അനുഗ്രഹിക്കാൻ എത്തിയിട്ടുള്ളത് സംപൂജ്യ സ്വാമിജി ഉദിച്ചൈതന്യജിയാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അമൃതം ഭാഗവതോത്സവം ഇവിടെ അഞ്ചുമൂർത്തി ക്ഷേത്രസന്നിധി നടക്കുമ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസം അതൊരു ചരിത്ര സംഭവമാണ്. കാരണം എനിക്ക് തോന്നുന്നില്ല ഈ കേരളത്തിൽ നടന്ന ഒരു യജ്ഞവേദിയിലും ഇത്ര അധികം പഞ്ചായത്തിലെയും മുനിസിപ്പാലിറ്റിയിലെയും ഉത്തരവാദിത്വപ്പെട്ടവർ ഒരുമിച്ചിരുന്നു കൊണ്ട് അവരെ ആദരണീയരാവുന്നതും കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതും അതിന് നേതൃത്വം കൊടുത്ത സപ്താഹ സമിതി പ്രവർത്തകർക്ക് ശ്രീ ശ്യാംജി അടക്കമുള്ള
പ്രവർത്തകർക്ക് നല്ലൊരു അഭിനന്ദനം. കാരണം ഇതൊരു തുടക്കമാവട്ടെ. ഇനിയുള്ള യജ്ഞവേദികളിലൊക്കെ നമുക്കിങ്ങനെയുള്ള പരിപാടികൾ വേണം. അതുപോലെ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള വളരെ ആദരണീയരായ മുനിസിപ്പാലിറ്റിയുടെയും അതുപോലെ പഞ്ചായത്തിൻ്റെയും പ്രതിനിധികളെ ഭക്തിയാദവരോടെ നമിക്കുന്നു. അവർക്കും വലിയൊരു അഭിനന്ദനം. തിരക്കുകളൊക്കെ മാറ്റിവെച്ച് ഇന്നിവിടെ എത്തിച്ചേരാൻ സാധിച്ചവരുടെ വലിയ മനസ്സിന് മുമ്പിൽ നമിക്കുകയാണ്. നമ്മൾ ഇവിടെ ഇന്ന് ചിറ്റൂർ ശങ്കരനായരെക്കുറിച്ചൊക്കെ പറയുണ്ടായി. അങ്ങനെ ഒരു ദിനമായി ഇന്ന് ഒരു വലിയ വിഷനോടുകൂടി നമ്മൾ മുന്നോട്ട് വരുമ്പോൾ എനിക്കിവിടെ എത്തിയിരിക്കുന്ന പ്രതിനിധികളോട് പറയാനുള്ളത്, അധികാരി എന്ന് പറയുന്നതിനെ അധികാരമുള്ളവരാണ് അധികാരി. ഈ അധികാരം എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഭൗതിക സാഹചര്യങ്ങൾ നിലനിർത്താൻ, റോഡ്, ഹോസ്പിറ്റലുകൾ, കുടിവെള്ളം, ഇതൊക്കെ നമുക്ക് വേണം. അതൊക്കെയാണ് നമ്മുടെ മുൻഗണന. പക്ഷെ ഒരു കാര്യം നമ്മളൊക്കെ മറന്നു പോകുന്നത്, വരും തലമുറകളെ നമ്മൾ അവഗണിച്ചുകൊണ്ടുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ അത് അവരെ വഴിതെറ്റിക്കുന്നു. നേരത്തെ പറഞ്ഞത് ഞാൻ ആവർത്തിക്കുകയാണ്. അതുകൊണ്ട് അധികാരികൾ എന്ന് പറയുമ്പോൾ അടുത്ത തലമുറയെ ആധികാരിത്വമുള്ളവരാക്കി മാറ്റുന്ന ഒരു ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്കുക. ഞാൻ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുകയാണ്. എനിക്കിവിടെ എത്തിയിരിക്കുന്ന ജനപ്രതിനിധികളോട് പറയാനുള്ളത്, നിങ്ങളുടെ അധികാരത്തെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. മുകളിൽ നിന്നൊരു നിർദ്ദേശത്തെ കാത്തിരിക്കരുത്. ഈ പാലക്കാട് ജില്ലയെ നമുക്ക് സമ്പൂർണമായി ഇന്നത്തെ ഏറ്റവും വലിയ വിപത്തായിരിക്കുന്ന കുട്ടികളെ പിടികൂടിക്കൊണ്ടിരിക്കുന്ന മാരക വിഷമായ മയക്കുമരുന്നിനോട് ഭ്രഷ്ട് കൽപ്പിക്കുന്ന ഒരു ജില്ലയാക്കി മാറ്റണം. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ പ്രവർത്തനം. അതിന് 2 കാര്യങ്ങളാണ്. സ്കൂൾ അഡ്മിഷന്, എസ്പെഷ്യലി ഹൈസ്കൂൾ ലെവലിൽ അഡ്മിഷന് നിങ്ങൾ ഏത് പഞ്ചായത്തിലാണോ ഉത്തരവാദികളായിരിക്കുന്നത് ആ പഞ്ചായത്തിൽ അത് നിർബന്ധമായി നടപ്പിലാക്കണം. അതായത് എല്ലാവരുടെയും ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടേ അഡ്മിഷൻ കൊടുക്കുള്ളൂ. അതുപോലെ പരീക്ഷയ്ക്ക് മുമ്പും ബ്ലഡ് ടെസ്റ്റ് ചെയ്തിരിക്കണം. കുട്ടികളിലൊരു ഭയമുണ്ടെങ്കിൽ കുട്ടികളാരും പിന്നെ ഡ്രഗ് തൊട്ടില്ല. അല്ലാതെ നിങ്ങൾക്ക് ഡ്രഗിനെ മാറ്റാൻ പറ്റില്ല. കാരണം ഇന്ന് നമുക്ക് ഡ്രഗ്സ് കൊണ്ടുവരാനുള്ള സംവിധാനങ്ങൾ നിങ്ങൾക്കറിയാലോ. വാളയാർ ചെക്ക് പോസ്റ്റിലൂടെയും ഇന്ത്യയിൽ ഇത് കൊണ്ടുവരാൻ വലിയ പ്രയാസമല്ല. ഞാൻ പലപ്പോഴും യാത്ര ചെയ്യുന്ന ഒരാളായതുകൊണ്ട് പറയുകയാണ്. ഇപ്പോൾ നമുക്ക് ശ്രീലങ്കയിലേക്ക് പല വിദേശത്തു നിന്നും കടക്കാൻ എളുപ്പമാണ്. അവിടെ ഇത്രയധികം സെക്യൂരിറ്റി ഇല്ല. ശ്രീലങ്കയിൽ എത്തിക്കഴിഞ്ഞാൽ ബോട്ട് മാർഗം ഇന്ത്യയിലേക്ക് എന്തും കൊണ്ടുവരാൻ സംവിധാനമുണ്ട്. ആരും ഇതൊക്കെ ചെക്ക് ചെയ്യാൻ പോകുന്നു? മനസ്സിലായില്ലേ? അപ്പോൾ ഇന്ന് ഡ്രഗ്സ് ഇവിടെ കൊണ്ടുവരാൻ ഒരു ബുദ്ധിമുട്ടില്ല. അത് നേപ്പാൾ അതിർത്തിയായാലും ശരി, അതുപോലെ തന്നെ മറ്റുള്ള വഴികളിലൂടെ ഒക്കെ സാധിക്കും. അപ്പം നമ്മളിപ്പോൾ എയർപോർട്ടിൽ കണ്ടുപിടിക്കുന്നത് മാത്രമേ പിടിക്കുന്നു അറിയുന്നുള്ളൂ. ബാക്കി ഏതൊക്കെ വിധത്തിൽ ഇവിടെ എത്തിക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് ഇവിടെ ഇത് നിരോധിക്കണം അല്ലെങ്കിൽ നിയന്ത്രിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചില കർക്കശ നിയമങ്ങൾ അതിലുണ്ടാക്കണം. ഇപ്പോൾ വിദേശങ്ങളിൽ, പ്രത്യേകിച്ച് സൗദി അറേബ്യയിൽ, അതേപോലെ തന്നെ ഗൾഫ് മേഖലകളിലൊന്നും അധികം ഇത്തരം കാര്യങ്ങൾ ചെയ്യാത്തത് നല്ല ശിക്ഷ കൊടുക്കുമെന്ന് പറയുന്നതുകൊണ്ടാണ്. കടുത്ത ശിക്ഷ കൊടുക്കുന്നു. ഒരുത്തനും ഞാൻ കണ്ടില്ല ദുബായിൽ തുപ്പുന്നത് പുറത്ത്. ഒരുത്തനും ഒന്നും വലിച്ചെറിയുക. കാരണം വലിച്ചെറിയുന്ന കണ്ട 500 റിയാലാണ് ഫൈൻ അടിക്കുക. 500 റിയാൽ അപ്പം അടിക്കും. പാർക്കിംഗ് വേണ്ടാത്തടത്ത് കൊണ്ട് നിർത്തില്ല. കാരണം നിയമങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ ശിക്ഷ കിട്ടും എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരുത്തനും നിയമം തെറ്റിക്കില്ല. ശരിയാണോ അല്ലയോ? അതുകൊണ്ട് കുട്ടികളിൽ അത്തരത്തിലുള്ള ഉപയോഗങ്ങൾ ഒഴിവാക്കാൻ നമ്മുടെ സ്കൂളുകളിൽ കർക്കശമായൊരു നിയമം, അത് കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയാണെന്നൊരു ബോധം അത് നമ്മളിലുണ്ടെങ്കിൽ ഈ പാലക്കാടിനെ നമുക്ക് വളരെ ആത്മാർത്ഥതയോടെ പറയാണ്. നാളെ ഭാരതം തന്നെ പറയും പാലക്കാട് ജില്ലയെ കണ്ടുപിടിക്കൂ. കാരണം ഇവിടുത്തെ കുട്ടികളിൽ ഒരു തരത്തിലും മയക്കുമരുന്നിൻ്റെ സ്വാധീനമില്ല എന്ന്. ഇത് തെളിയിക്കാൻ ഇവിടുത്തെ ഭരണാധികാരികൾക്ക് സാധിക്കട്ടെ. നിങ്ങൾ ആത്മാർത്ഥമായി വിചാരിച്ചാൽ ഇത് സാധിക്കും. ഞങ്ങളെല്ലാവരും നിങ്ങളുടെ കൂടെയുണ്ട്, ഇല്ലേ? എല്ലാവരും നിങ്ങളുടെ കൂടെയുണ്ട്. കാരണം ഇവിടെ ഉള്ള ജനങ്ങളുടെ ഒരു ആവശ്യമാണ്. കേരളത്തിനൊരു മാതൃകയാവട്ടെ ഈ പാലക്കാട്. ഇതൊരു റിക്വസ്റ്റാണ്. അതേപോലെ തന്നെ മറ്റൊരു റിക്വസ്റ്റാണ് നിങ്ങളോട് പറയാനുള്ളത്. കൃഷി കുട്ടികളിൽ പഠിപ്പിക്കാൻ ഒരു സംവിധാനം ഉണ്ടാക്കണം.
സ്കൂൾ സിലബസിലേക്ക് അത് കൊണ്ടുവരണം. കാരണം കൃഷി എന്ന് പറയുന്നത് കേവലം ഒരു കൃഷിയെ കണ്ട അതൊരു വലിയ മാനസികമായ വികാസത്തിൻ്റെ ഒരു പരിശീലനം കൂടിയാണ്. അതാണ് കുട്ടികളിൽ മൊബൈൽ അഡിക്ഷൻ ഒഴിവാക്കാനുള്ള ഒരു വഴി. അപ്പോൾ അവൻ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യും. ചെടികൾ ഇന്നാണെങ്കിൽ നമുക്ക് ഗ്രോ ബാഗ്സുകളുണ്ട്, അല്ലെങ്കിൽ ചെടിച്ചട്ടികളുണ്ട്, അങ്ങനെയൊക്കെ സംവിധാനങ്ങളുണ്ട്. കുട്ടികളിൽ അങ്ങനെ ഒരു സംസ്കാരം. അപ്പം മൊബൈൽ അഡിക്ഷൻ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ പലപ്പോഴും ഉണ്ടല്ലോ കുട്ടികളെ കുറ്റം പറയും, അവർ ഓവർ മൊബൈൽ അഡിക്ഷനാണ് പറഞ്ഞാലനുസരിച്ച്. പക്ഷെ അവരെ വേണ്ടത് പരിശീലിപ്പിച്ചാൽ അവരാ പരിശീലിച്ച രീതികളിലൂടെ പോവും. അത് സ്കൂൾ സിലബസിൻ്റെ ഒരു ഭാഗമാക്കുമ്പോൾ മാർക്ക് അതിലൂടെ കിട്ടുമെന്ന് കണ്ടു കഴിഞ്ഞാൽ അവൻ കൃഷി പഠിച്ചിരിക്കും. കാരണം നാളത്തെ കാലഘട്ടം എന്ന് പറയുന്നത് കുട്ടികളിൽ സ്വയം തൊഴിൽ ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. ഇന്നിപ്പോൾ വെറും പുസ്തകജ്ഞാനം മാത്രമുള്ളത് കൊണ്ടായിരിക്കാം കേരളത്തിലുള്ള കുട്ടികൾക്ക് ജോലി സാധ്യതകൾ കുറഞ്ഞു വരുന്നത്. എന്തിനും നോക്കൂ, ഇന്നിപ്പം വിദേശങ്ങളിലൊക്കെ പോകുമ്പോൾ ഡ്രൈവിംഗ് അറിയണം, പ്ലംബിംഗ് അറിയണം, ഇലക്ട്രിക്കൽ അറിയണം, ഹൗസ് കീപ്പിംഗ് അറിയണം. എല്ലാം അറിയുന്ന ആളാണെങ്കിൽ ജോലി പെട്ടെന്ന് കിട്ടും. എനിക്കിതൊന്നും അറിയില്ല, ഞാൻ BA കാരനാണ്, BSc കാരനാണ്, ഞാനിത് മാത്രമേ പഠിച്ചുള്ളൂ പറഞ്ഞാൽ ആര് ജോലി കൊടുക്കണം? അല്ലേ, ശരിയല്ലേ? ഇത് അറ്റ്ലീസ്റ്റ് കൃഷിയിലൂടെയെങ്കിലും അവരിലൊരു ജോലി സംസ്കാരം, പണി ചെയ്യാനുള്ളൊരു സംസ്കാരം വേണോ വേണ്ടയോ? അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് സാധിക്കണം എന്ന് നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിരുത്തി ചിന്തിക്കണം. ഇത് കേരളത്തിനൊരു മാതൃകയാവട്ടെ. പാലക്കാട് ഇവിടുത്തെ കുട്ടികളിൽ അങ്ങനെ ഒരു കൃഷി സംസ്കാരം വളർത്തി നാളെ ഈ പാടങ്ങളിൽ കുട്ടികളിറങ്ങി കൃഷി ചെയ്യുന്നൊരു കാലഘട്ടം വരുമ്പോൾ ഈ നാട് സുസമ്പന്നമാവും. കാരണം ഇന്നിപ്പോൾ നമ്മൾ നോക്കുമുണ്ടല്ലോ, ഒഴിഞ്ഞു കിടക്കുന്ന പാടങ്ങളാണ് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആർക്കും കൃഷി ചെയ്യാൻ വലിയ താല്പര്യമില്ല. ചെയ്യുന്നതിനിപ്പം നെല്ല് ഗവൺമെൻറ് എടുക്കുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ ആര് കൃഷി ചെയ്യും? നെല്ല് ഗവൺമെൻറ്റും കൂടെ എടുക്കുന്നില്ലെങ്കിൽ പിന്നെ ആര് കൃഷി ചെയ്യാൻ തയ്യാറാവും? മനസ്സിലായില്ല? അപ്പോൾ ഇതിലൊരു മാറ്റം ഉണ്ടാവണം. കൃഷി എന്നതൊരു സംസ്കാരമാണ്. കൃഷി എന്നത് മനസ്സിൻ്റെ ഒരു വികാസമാണ്. കൃഷി എന്ന് പറയുമ്പോൾ അത് മനസ്സിനെ തന്നെ ഒരു നല്ല വിത്തിട്ട്, നല്ല സംസ്കാരത്തിൻ്റെ വിത്തിട്ട്, നല്ല ചിന്തയുടെ വിത്തിട്ട് അതിനെ വളർത്തിയെടുക്കലാണ്. അത് കുട്ടി പറയണം, എൻ്റെ മനസ്സിൻ്റെ വികാസത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കൃഷി ചെയ്യുന്നതെന്ന്. അതേപോലെ മൂന്നാമത്തെ കാര്യം, ഈ പാലക്കാട് അനവധി മഹാന്മാരുടെ നാടാണ്. ഈ ഒരു സമ്മേളനം ഇപ്പം നമ്മൾ നടത്തി. ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ തൃശ്ശൂർ പട്ടണത്തിൽ ഓരോ ഗ്രാമത്തിലെയും ആ ഗ്രാമത്തിൽ ജീവിച്ചിരുന്ന മഹാന്മാരുടെ ചരിത്രം പറയുന്ന ഒരു ടാബ്ലോ കാണിച്ചുകൊണ്ട് നമ്മൾ റിപ്പബ്ലിക് ഡേ പരേഡിനൊക്കെ കാണുന്നത് പോലെ ഈ പാലക്കാടിൻ്റെ മുഴുവൻ സംസ്കൃതിയും കാണിക്കുന്ന ഒരു മഹോത്സവം എന്നെങ്കിലും പാലക്കാട് സാധ്യമായി തീരട്ടെ. അത് ഇപ്പോഴേ നമ്മൾ വിഷൻ ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ പാലക്കാടിലെ ഓരോ ജില്ലകളിൽ, പാലക്കാടിൻ്റെ ഓരോ പഞ്ചായത്തുകളിലും അനവധി മഹാന്മാരും പ്രതിഭകളും ജാതിമത ഭേദമന്യേ അവരേത് മതത്തിൽപ്പെട്ടു, അവരേത് ജാതിയിൽപ്പെട്ടു എന്നല്ല, അവരിലെ മഹാത്മ്യത്തെ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട്, അവരെ ആ മഹാന്മാരുടെ പ്രതിഭകളെ കാണിച്ചു കൊടുത്തുകൊണ്ട് ഒരു ഉഗ്രൻ പ്രോഗ്രാം ഇവിടെ നടത്തുകയാണെങ്കിൽ ഇവിടെ വരുന്ന പലർക്കും മനസ്സിലാക്കാൻ സാധിക്കും, പാലക്കാടിനൊരു ചരിത്രമുണ്ടായിരുന്നു, പാലക്കാടിനൊരു മഹത്തായ പാരമ്പര്യമുണ്ട്, ഒരു സംസ്കൃതിയുണ്ട്, പൈതൃകമുണ്ട്. ഇത് കണ്ടുകൊണ്ട് അടുത്ത തലമുറ വളരുമ്പോൾ അവർ പറയും, ഈ മഹാന്മാരെ നോക്കിക്കൊണ്ട് ഞാനും ഒരു മഹാനായിത്തീരണം, എൻ്റെ നാടിന് ഞാനൊരു മുതൽക്കൂട്ടായിത്തീരണം. അത് കാണുന്നവർക്ക് ഞാനും ഒരു മുതൽക്കൂട്ടായി മാറട്ടെ, ഞാനും ഒരു സമൂഹത്തിനൊരു നന്മയുടെ മരമാവട്ടെ, ഞാനും ഒരു സമൂഹത്തിന് പ്രയോജനം ചെയ്യുന്നവനാവട്ടെ എന്നൊരു പ്രചോദനം നൽകാൻ നമുക്ക് സാധിക്കും. ഉറപ്പാണ്, എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചാൽ സാധിക്കും. ഇപ്പം നമ്മൾ 5 വിരലുകൾ അകന്നകന്ന് നിൽക്കുന്നത് പോലെയാണ്. രാഷ്ട്രീയം കൊണ്ടോ മതം കൊണ്ടോ പലതുകൊണ്ടും നമ്മൾ അകന്നകന്ന് നിൽക്കുകയാണ്. ഈ ഒരു സമ്മേളനത്തിലൂടെ ഈ 5 വിരലുകൾ ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു മുറുക്ക് പിടിച്ചുകൊണ്ട് ഒരു ഒറ്റക്കെട്ടായിക്കൊണ്ട് നമ്മൾ ഒരേ ശക്തിയോടെ പ്രവർത്തിക്കാൻ സാധിച്ചാൽ മാനവരാശിക്ക് വേണ്ടി, മനുഷ്യ മനസ്സിന് വേണ്ടി, മനുഷ്യൻ്റെ സംസ്കൃതിക്ക് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാം, പ്രയത്നിക്കാം, ഒന്നിച്ചുയരാം. സ്വാമി വിവേകാനന്ദജി പറഞ്ഞതുപോലെ ജാതി മതങ്ങളൊക്കെ മാറ്റിവെച്ച് ഉത്തിഷ്ഠത ജാഗ്രത, ഉണരുക, ഉയരുക, ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക. നാളത്തെ നല്ലൊരു ഭാരതത്തെ, നല്ലൊരു ലോകത്തെ മാറ്റിയെടുക്കാനും അല്ലെങ്കിൽ രൂപപ്പെടുത്താനും അതിന് നമുക്ക് ഈ ഒരു സമ്മേളനത്തിലൂടെ സാധിക്കട്ടെ.
ആ മഹാപ്രതിഭകൾ കാണിച്ചു തന്ന മാർഗത്തിലൂടെ നമുക്ക് പോയിക്കൊണ്ട് നല്ലൊരു സംസ്കൃതി നമുക്ക് രൂപപ്പെടുത്താൻ സാധിക്കട്ടെ. നമ്മുടെ മുന്നിലുണ്ട് വലിയ മഹാന്മാരുടെ ചരിത്രം. അവർ പോയ ആ വഴിയുടെ പാടിലൂടെ നടന്ന് നമുക്കും ആ ചരിത്രത്തെ തുടരാം. ഒരു പുതിയ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് തലമുറകൾക്ക് വഴി കാണിക്കാം. എല്ലാവരും ഒരു വഴികാട്ടിയായി മാറട്ടെ. അതിന് അധികാരികൾ അവരുടെ അധികാരത്തെ പുറത്തെടുത്തുകൊണ്ട് നട്ടലോടെ പ്രവർത്തിക്കാൻ അവർക്ക് സാധിക്കട്ടെ. അതിനുള്ള കരുത്തും ഊർജവും ശക്തിയും ജഗദീശ്വരൻ അവർക്ക് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. നന്ദി സ്വാമിജി, അവിടുത്തെ അനുഗ്രഹവാണികൾക്ക്. സ്വാമിജിയുടെ വാക്കുകൾ സാമൂഹ്യ സേവന രംഗത്ത് ഉജ്ജ്വലമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ഒരു പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തതായി അമൃതസരസിൻ്റെ ഈ വേദി സാമൂഹിക സേവന രംഗത്തെത്തിയിട്ടുള്ള നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കും മുനിസിപ്പാലിറ്റി ചെയർമാൻ ചെയർപേഴ്സൺമാർക്കുമുള്ള ആദരവാണ്. അമൃതം സാമൂഹ്യ സേവനം പൈതൃക ജില്ല പാലക്കാട് സംഘടിപ്പിക്കുന്ന ഈ ആദരവിൻ്റെ അനുമോദനത്തിൻ്റെ നിമിഷങ്ങളിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധയെ ക്ഷണിച്ചുകൊണ്ട് ആദ്യമായി കുഴൽമന്നം ഗ്രാമപഞ്ചായത്തിൽ നിന്നും എത്തിയിട്ടുള്ള ശ്രീമതി മിനി നാരായണൻ അവരുകളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അവരെ ആദരിക്കുന്നതിന് വേണ്ടി സംപൂജ്യ സ്വാമിജിയെയും ക്ഷണിക്കുന്നു. തൊഴിലുറപ്പ് പദ്ധതി ഏറ്റവും കൂടുതൽ മെറ്റീരിയൽ വർക്ക് ചെയ്ത ഗ്രാമപഞ്ചായത്ത് എന്ന് പ്രസിദ്ധപ്പെട്ട കുഴൽമന്നം ഗ്രാമപഞ്ചായത്തിനെ നല്ലൊരു കയ്യടിയോടുകൂടി നമുക്ക് സ്വീകരിക്കാം. തുടർന്നും സാമൂഹ്യ സേവന രംഗത്ത് ഉജ്ജ്വലമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ അവർക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. നല്ലൊരു കയ്യടി കൊടുക്കാം. അടുത്തത് കുത്തനൂർ ഗ്രാമപഞ്ചായത്തിനുള്ള ആദരവാണ്. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് സഹദേവൻ PT അദ്ദേഹത്തെ ആദരവോടുകൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പൂജ്യ സ്വാമിജി അദ്ദേഹത്തെ ആദരിക്കുന്നു. ഹരിതകർമ്മസേനയ്ക്ക് ഒഴിവു ദിനങ്ങളിലും ജോലി കൊടുത്ത് അധിക വേതനം നൽകി പ്രസിദ്ധപ്പെട്ട ഒരു പഞ്ചായത്താണ് കുത്തനൂർ ഗ്രാമപഞ്ചായത്ത്. പൈതൃക ജില്ല പാലക്കാടിനു വേണ്ടി ഞങ്ങൾ അങ്ങേക്ക് പൂച്ചെണ്ടുകൾ സമർപ്പിക്കുന്നു. നല്ലൊരു കയ്യോടിയോടുകൂടി അദ്ദേഹത്തെ നമുക്ക് സ്വീകരിക്കാം. അടുത്തത് പിരായിരി ഗ്രാമപഞ്ചായത്തിൽ നിന്നുമുള്ള സാന്നിധ്യമാണ്. ശ്രീമതി ഷറീന ബഷീർ അവർകളെ വളരെ ആദരവോടുകൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അമൃതം സാമൂഹ്യ സേവനത്തിൻ്റെ അഭിനന്ദന പൂച്ചെണ്ടുകൾ സ്വാമിജി അവർക്ക് നൽകുന്നു. മാലിന്യ സംസ്കരണത്തിന് ലൈഫ് മിഷൻ ഭവന പദ്ധതിക്ക് ഊന്നൽ നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന പിരായിരി ഗ്രാമപഞ്ചായത്തിനും ശ്രീമതി ഷറീന ബഷീർ അവർകൾക്കും അമൃതം സാമൂഹ്യ സേവനത്തിൻ്റെയും പൈതൃക ജില്ലാ പാലക്കാടിൻ്റെയും ആദരം. അടുത്തത് കോട്ടായി ഗ്രാമപഞ്ചായത്തിൽ നിന്ന് എത്തിയിട്ടുള്ള സതീഷ് A അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പാലിയേറ്റീവ് കെയർ യൂണിറ്റിന് പ്രാധാന്യം നൽകിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ഗ്രാമപഞ്ചായത്തിൽ നിന്നുമുള്ള ശക്തമായ സാന്നിധ്യം. അദ്ദേഹത്തിന് സ്വാമിജി ആദരവ് നൽകുന്നു. നല്ലൊരു കയ്യടിയോടുകൂടി ഈ സാമൂഹ്യ സേവന രംഗത്തെ ഉജ്ജ്വലമായ നേട്ടത്തെ നമുക്ക് അനുമോദിക്കാം. പെരുങ്ങോട്ടുകുറിശി ഗ്രാമപഞ്ചായത്തിൽ നിന്നുമുള്ള സാന്നിധ്യമാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കേരളകുമാരി അവർകൾ ഏറ്റവും നല്ല CDS ചെയർപേഴ്സൺ അവാർഡ് നേടിയ, കുടുംബശ്രീ റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത, ഇലക്ഷൻ പ്രോഗ്രാമിൽ പങ്കെടുത്ത, സ്വാശ്രയ പ്രൊജക്റ്റിന് ഊന്നൽ നൽകി അനവധി മേഖലകളിൽ തിളക്കമാർന്ന പ്രവർത്തനം കാഴ്ചവെച്ച ശ്രീമതി കേരളകുമാരി അവർകളെ അമൃതം സാമൂഹ്യ സേവനത്തിനും പൈതൃക ജില്ലാ പാലക്കാടിനും വേണ്ടി സ്വാമിജി ആദരിക്കുന്നു.
നല്ലൊരു കയ്യടി കൊടുക്കാം. അടുത്തത് പുതുക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ് ശ്രീമതി ഹസീന അവർകൾ. അവരെയും വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. സമ്പൂർണ്ണ ഭവനം, മാലിന്യമുക്തം കുടിവെള്ള പദ്ധതി, തെരുവ് വിളക്ക് തുടങ്ങിയിട്ടുള്ള മേഖലകൾക്ക് പ്രാധാന്യം നൽകി തൻ്റെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ഉജ്ജ്വലമാക്കുന്ന ശ്രീമതി ഹസീന അവർകളെ സ്വാമിജി ആദരിക്കുന്നു. നല്ലൊരു കയ്യടിയോടുകൂടി ഈ സാമൂഹ്യ സേവകരെ നമുക്ക് അനുമോദിക്കാം. അടുത്തതായി കണ്ണമ്പ്ര ഗ്രാമപഞ്ചായത്തു നിന്നും ശക്തമായ സാന്നിധ്യം ശ്രീമതി സുമതി ടീച്ചർ. വളരെ ആദരവോടുകൂടി സുമതി ടീച്ചറെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സ്ത്രീ ശാക്തീകരണത്തിലൂടെ വനിതകൾക്ക് തൊഴിൽ സംരംഭം നൽകി വിമൻ എംപവർമെന്റ് എന്നുള്ള വാക്കിനെ അന്വർത്ഥമാക്കി തീർക്കാൻ എന്നും പ്രയത്നിക്കുന്ന ശ്രീമതി സുമതി ടീച്ചർക്ക് സ്വാമിജി ആദരവ് നൽകുന്നു. നല്ലൊരു കൈയടി പ്രതീക്ഷിക്കുന്നു. അടുത്തതായി പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ നിന്നുമുള്ള സാന്നിധ്യമാണ് ശ്രീമതി പ്രമീള ശശിധരൻ അവർകൾ. 25 വർഷമായി ചെയർപേഴ്സണായ ശക്തമായ സ്ത്രീ സാന്നിധ്യമാണ് ശ്രീ പ്രമീള ശശിധരൻ അവർകൾ. നല്ലൊരു കയ്യടിയോടുകൂടി ഈ പാലക്കാടിൻ്റെ സാരഥിയെ നമുക്ക് ഈ വേദിയിൽ ആദരിക്കാം. സംപൂജ്യ സ്വാമിജി അവരെ ആദരിക്കുകയാണ്. അടുത്തതായി പട്ടിത്തറ ഗ്രാമപഞ്ചായത്തിൽ നിന്നുമുള്ള സാന്നിധ്യമാണ് ശ്രീ ബാലൻ അവർകൾ. സമ്പൂർണ്ണ സോളാർ പദ്ധതിക്ക് തൻ്റെ ഗ്രാമപഞ്ചായത്തിൽ നേതൃത്വം നൽകിയിട്ടുള്ള ഉജ്ജ്വലമായ സാന്നിധ്യം. അദ്ദേഹത്തെ അമൃതം സാമൂഹ്യ സേവനം എന്നുള്ള ഈ ഒരു സാംസ്കാരികോത്സവത്തിലേക്ക് ആദരവ് സ്വീകരിക്കാനായി ക്ഷണിക്കുന്നു. സ്വാമിജി അദ്ദേഹത്തെ ആദരിക്കുന്നു. നല്ലൊരു കയ്യടി കൊടുക്കാം. നമ്മൾ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും ഒക്കെ ചെല്ലുന്നത് നമ്മളുടെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കും. അവരെ ആദരിക്കുവാൻ വേണ്ടി നമ്മുടെ നാട്ടിലേക്ക് ക്ഷണിക്കുന്ന വലിയൊരു സാമൂഹ്യ സേവനത്തിൻ്റെ വേദിയാണിത്. അതിലൊരു പിശുക്കും കാണിക്കാതെ കൈയടിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അടുത്തത് ഷോളയൂർ ഗ്രാമപഞ്ചായത്താണ്. ഷോളയൂരിൽ നിന്നുമുള്ള ശക്തമായ സാന്നിധ്യത്തെ ക്ഷണിക്കുകയാണ്. കോവിഡ് സമയത്ത് വളരെ ഉജ്ജ്വലമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച അദ്ദേഹത്തെ സ്വാമിജി ആദരിക്കുന്നു. നല്ലൊരു കയ്യടി കൊടുക്കാം. അടുത്തത് എലപ്പുള്ളി ഗ്രാമപഞ്ചായത്തിൽ നിന്നുമുള്ള സാന്നിധ്യമാണ് ശ്രീമതി രേണുക അവർകളെ ക്ഷണിക്കുന്നു. മാരക രോഗികൾക്ക് മരുന്ന് വാങ്ങി ആംബുലൻസ് ഫ്രീ സർവീസ് ചെയ്ത് സമ്പൂർണ്ണ വൈദ്യുതീകരണത്തിൻ്റെ പാതയിലേക്ക് എത്തി നിൽക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. സ്വാമിജി അവരെ ആദരിക്കുന്നു. ക്ഷമിക്കണം, എലപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് നിന്നുമുള്ള പ്രസിഡന്റിൻ്റെ പേര് രേവതിയാണ്. ശ്രീമതി രേവതി അവർകളെ സാമൂഹ്യ സേവനം വേദിയിൽ ആദരിക്കുന്നു. അടുത്തതായി തച്ചമ്പാറയിൽ നിന്നുമുള്ള സാന്നിധ്യമാണ് ശ്രീമാൻ ബാബു മാസ്റ്റർ അവർകളെ വേദിയിലേക്ക് ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുകയാണ്. അശരണരായ രോഗികൾക്ക് സഹായം ചെയ്തു കൊടുക്കുന്ന ശക്തമായ പഞ്ചായത്തിൻ്റെ സാന്നിധ്യമാണ് അദ്ദേഹം. അദ്ദേഹത്തെ നല്ലൊരു കയ്യടിയോടുകൂടി നമുക്ക് ആദരിക്കാം. സംപൂജ്യ സ്വാമിജി അദ്ദേഹത്തെ അനുമോദിക്കുന്നു. അടുത്തത് കരിമ്പ ഗ്രാമപഞ്ചായത്തിൽ നിന്നുമുള്ള സാന്നിധ്യമാണ് ശ്രീമാൻ രാമചന്ദ്രൻ അവർകൾ. അദ്ദേഹത്തെ അമൃതം സാമൂഹ്യ സേവനത്തിനു വേണ്ടി വേദിയിലേക്ക് ആദരവേറ്റുവാങ്ങുവാൻ സാദരം ക്ഷണിക്കുന്നു. ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പ്രവർത്തകൻ,
ചെണ്ടുമല്ലി കൃഷി വാർഡ് തോറും തൊഴിലുറപ്പിനെ കൃഷിയിൽ ഉൾപ്പെടുത്തി മാതൃകാ പച്ചക്കറിത്തോട്ടം പ്രോത്സാഹിപ്പിക്കുന്നു തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള പദ്ധതികളിലൂടെ തൻ്റെ പഞ്ചായത്തിനെ നയിക്കുന്ന ഒരു സാന്നിധ്യമാണ് അദ്ദേഹം. അദ്ദേഹത്തെ സ്വാമിജി ആദരിക്കുന്നു. അടുത്തതായി കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്തിൽ നിന്നുമുള്ള സാന്നിധ്യമാണ് ശ്രീമാൻ രാജൻ അവർകൾ. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മേഖലയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. ഇന്ന് ബാല്യം കളിയിൽ നിന്നും നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. ചുറുചുറുക്കുള്ള ബാല്യത്തെ വാർത്തെടുക്കുവാൻ വേണ്ടി ഫുട്ബോൾ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ ഒരു കളിക്കളം തന്നെ സൃഷ്ടിച്ചെടുക്കുവാൻ മുന്നിലേക്ക് വന്ന ഈ സാരഥിയെ നമുക്ക് അനുമോദിക്കാം. അദ്ദേഹത്തെ സ്വാമിജി ആദരിക്കുന്നു. നല്ലൊരു കയ്യടി കൊടുക്കൂ. അടുത്തതായി ശാലിശ്ശേരിയിൽ നിന്നും ഉള്ള പഞ്ചായത്ത് പ്രസിഡന്റാണ് ശ്രീമാൻ വിജേഷ് അവർകളെ ഞങ്ങളുടെ സ്നേഹാദരം ഏറ്റുവാങ്ങുവാൻ വേണ്ടി ക്ഷണിക്കുന്നു. എല്ലാ വാർഡിലും യോഗ പരിശീലനം ആരംഭിക്കുകയും വനിതകൾക്ക് വേണ്ടി ജിംനേഷ്യം ആരംഭിക്കുകയും ചെയ്ത പഞ്ചായത്തിൻ്റെ ശക്തമായ സാരഥി, അദ്ദേഹത്തെ സ്വാമിജി ആദരിക്കുന്നു. അടുത്തതായി നമ്മുടെ മാത്തൂർ പഞ്ചായത്തിനുള്ള ആദരവാണ്. നമുക്കറിയാം, നമ്മുടെ പ്രിയങ്കരിയായി ഇന്ന് അധ്യക്ഷസ്ഥാനം അലങ്കരിച്ച ശ്രീമതി പ്രവിത മുരളീധരൻ അവർകൾ, കൂടാതെ മാത്തൂർ പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് ശ്രീമാൻ പ്രസാദേട്ടൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇരുവരും ചേർന്ന് മാത്തൂർ പഞ്ചായത്തിൻ്റെ ആദരവ് ഏറ്റുവാങ്ങുവാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. സ്വാമിജി മാത്തൂർ പഞ്ചായത്തിനെ ആദരിക്കുന്നു. സാന്ദീപനി സാധനാലയത്തിൻ്റെ ഏതൊരു പ്രവർത്തനത്തിനും എന്നും കൂട്ടായിട്ടുള്ള ഇരുവരെയും കയ്യടികളോടുകൂടി വേദിയും സദസ്സും ഒരുപോലെ അഭിനന്ദിക്കുകയാണ്. അമൃതം സാമൂഹ്യം സേവനം സാംസ്കാരിക വേദിയിൽ ആദരവും അനുമോദനങ്ങളും ഏറ്റുവാങ്ങിയ ഈ പ്രാദേശിക അധികാരികളെ, അധ്യക്ഷന്മാരെ പൈതൃക ജില്ലയ്ക്ക് വേണ്ടി രണ്ട് വാക്ക് സംസാരിക്കാൻ ക്ഷണിക്കുകയാണ്. ആദ്യമായി മാത്തൂർ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീമാൻ പ്രസാദേട്ടൻ പൈതൃക ജില്ല പാലക്കാട് അമൃതം സാമൂഹ്യം സേവനം എന്ന ഞങ്ങളുടെ സാംസ്കാരിക വേദിയെ അഭിമുഖീകരിച്ച് സംസാരിക്കുന്നു. അഞ്ചുമൂർത്തി ക്ഷേത്രത്തിലെ ഭക്തന്മാരെ, ഏറ്റവും പ്രിയപ്പെട്ട നാട്ടുകാരെ എല്ലാവർക്കും ദൈവാനുഗ്രഹമുണ്ടാവാൻ സർവശക്തനായ ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. ഈ ധന്യമായ ചടങ്ങിൻ്റെ അധ്യക്ഷ മാത്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീമതി പ്രവിത മുരളീധരൻ അവർകൾ ഇവിടെ മുഖ്യപ്രഭാഷണം നടത്തുകയും 7 ദിവസവും ഈ അമൃത മഹോത്സവത്തിൻ്റെ നേതൃത്വം കൊടുക്കുന്ന ഏറ്റവും ബഹുമാന്യനായ സ്വാമിജി അവർകൾ, പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ പ്രിയപ്പെട്ട ചെയർപേഴ്സൺ, വിവിധ പഞ്ചായത്തുകളിൽ നിന്നും പാലക്കാട് ജില്ലയിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഏറ്റവും ബഹുമാന്യരായ എൻ്റെ ജനപ്രതിനിധികൾ, ഗുരുകാരണവന്മാർ, രക്ഷിതാക്കൾ, സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, അഞ്ചുമൂർത്തി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് 1250 വർഷത്തെ ചരിത്രവും പൈതൃകവുമുള്ള ഒരമ്പലമാണ്. കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾക്കനുസൃതമായി ആ അമ്പലത്തിനും ഒരു കാലഘട്ടത്തിൽ അതിന് ജീർണതകളൊക്കെ ഉണ്ടായി എങ്കിലും 2008 ഏറ്റവും ബഹുമാന്യനായ ഡോക്ടർ ശ്യാംപ്രസാദ് സ്വാമിജി അവരുടെ നേതൃത്വത്തിൽ ഒരു ട്രസ്റ്റ് രൂപീകരിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്തപ്പോൾ
ഈ പ്രദേശത്തിലെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ അതിനുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ സ്വാമിജി അവരെല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത്. അത് ഈ നാടിന് നൽകുന്ന സന്ദേശമാണ്. അത് ഒരുമയുടെ സന്ദേശമാണ്, സ്നേഹത്തിൻ്റെ സന്ദേശമാണ്, ഐക്യത്തിൻ്റെ സന്ദേശമാണ്. അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇന്നെനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. പാലക്കാട് പൈതൃക ജില്ലയിലെ മുഴുവൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും മുനിസിപ്പൽ ചെയർപേഴ്സന്മാരെയും മറ്റെല്ലാ ചിന്തകൾക്കും അതീതമായി ഒരുമിച്ച് ഇവിടെ ചേർത്ത് നിർത്തുന്നത് അത് ഈ ഒരുമയുടെയും ഈ ഐക്യത്തിൻ്റെയും സന്ദേശമാണ്. നമുക്ക് നമ്മുടെ സ്വാമിജി പറഞ്ഞ പ്രധാനപ്പെട്ട 3 വിഷയങ്ങളും ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ നിയമത്തിൻ്റെ പരിധിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് ഞങ്ങളത് ചെയ്യാൻ പരമാവധി ശ്രമിക്കും എന്നാണ് എനിക്ക് നിങ്ങളോട് അറിയിക്കാനുള്ളത്. എന്തായാലും എനിക്കൊന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും, നാളെ നമ്മുടെ നാട് മാത്തൂർ പഞ്ചായത്ത് ഈ അമ്പലത്തിൻ്റെ പേരിലായിരിക്കും വിവിധ പ്രദേശങ്ങളിൽ അറിയപ്പെടുക എന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ഇതുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും നല്ലത് വരാൻ സർവശക്തനായ ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ധന്യമായ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. പൈതൃക ജില്ല പാലക്കാടിൻ്റെ അമൃതം സാമൂഹ്യ സേവനം എന്ന ഈ സാംസ്കാരികോത്സവത്തിൽ അടുത്തതായി സംസാരിക്കുന്നത് കുഴൽമന്ദം പഞ്ചായത്ത് പ്രസിഡന്റാണ് ശ്രീമതി മിനി നാരായണൻ. പൈതൃക ജില്ല പാലക്കാട് ഇന്നത്തെ ഈ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നടത്തിയിട്ടുള്ള സ്വാമിജി, വേദിയിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, മുനിസിപ്പൽ ചെയർപേഴ്സൺ തുടങ്ങി ജനപ്രതിനിധികൾ, എൻ്റെ മുന്നിലിരിക്കുന്ന നല്ലവരായ നാട്ടുകാരെ, ഭക്തജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനെ ഒരു ഉദ്യമം നമ്മളുടെ 7 ദിവസത്തെ പരിപാടിയായി അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൻ്റെ ആ ഒരു പേരിൽ നമ്മളുടെ മാത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പറഞ്ഞതുപോലെ 5 മൂർത്തികൾ ഒരുമിച്ചിരിക്കുന്ന സ്ഥലം. അതുപോലെ തന്നെ നമ്മുടെ പാലക്കാട് ജില്ലയ്ക്ക് പല പേരിലും പ്രശസ്തി നേടിയ ജില്ലയും കൂടിയാണ്. കുഴൽമന്ദം ഗ്രാമപഞ്ചായത്തിലാണെങ്കിൽ കൃഷ്ണൻ കുഴലൂതിയ മന്നം ആണ് കുഴൽമന്നം എന്നും, ഗാന്ധിജി വെള്ളം കുടിക്കാനിരുന്ന ഒരു കിണറുണ്ട്, അതിന്നും നിലനിർത്തി നല്ല രീതിയിൽ നല്ല മനോഹരമായി നിർമ്മിച്ചു വരുന്ന ഒരു ഗ്രാമപഞ്ചായത്തും കൂടിയാണ് കുഴൽമന്ദം. അതേപോലെ ഓരോ ഗ്രാമപഞ്ചായത്തിനും അവരുടേതായ പല പ്രത്യേകതകളും ഉണ്ട്. ഇപ്പോൾ നമ്മുടെ സ്വാമിജി പറഞ്ഞ പോലെ നമ്മുടെ വളർന്നു വരുന്ന തലമുറയെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ജനപ്രതിനിധികൾ എന്ന നിലയിൽ ഞങ്ങളെന്ന് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാ ജനപ്രതിനിധികളും അതോടൊപ്പം തന്നെ രക്ഷിതാക്കളും നല്ലൊരു ശ്രദ്ധയുണ്ടായിരിക്കണം. കുട്ടികൾ വഴിതെറ്റിപ്പോകുന്ന കാലം, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടു പോകുന്നു. അതിൽ നിന്ന് മുക്തരാക്കി കൊണ്ടുവരാനായിട്ട് എല്ലാവരും ഒത്തൊരുമയോടുകൂടെ നിൽക്കണം. അതുപോലെ തന്നെ നമ്മുടെ കാർഷിക ജില്ല പാലക്കാട് കാർഷിക മേഖലയിൽ കുഞ്ഞുങ്ങളെ മുതൽ പച്ചക്കറി കൃഷിയാണെങ്കിലും മറ്റ് കൃഷി രീതികളാണെങ്കിലും പ്രോത്സാഹിപ്പിക്കാനായിട്ട് വിഷമയമായ പച്ചക്കറികൾ ഭക്ഷിക്കുന്നതിന് പകരം നമ്മളുടെ വീട്ടിൽ തന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള പച്ചക്കറികൾ ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ഓരോരുത്തരും ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞുമക്കളെ കൂടി അതിൽ ഭാഗവാക്കാക്കുക. അതേപോലെ തന്നെ മറ്റ് കൃഷി രീതി എന്ന് പറയുന്നത് ഇന്നിപ്പം നെൽ കർഷകർ മുതിർന്ന തലമുറ മാത്രമാണ് അത് ചെയ്യുന്നത്. വളരെ വിരലിൽ എണ്ണാവുന്ന യുവ കർഷകരെ അതിലുള്ളൂ. അപ്പോൾ യുവ കർഷകരെ കൂടെ അതിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ നാട് ഒന്നിച്ച് നിൽക്കണം. അതുപോലെ തന്നെയാണ് മാലിന്യമുക്തം നമ്മുടെ ആരോഗ്യ പ്രശ്നം നേരിടുന്നത്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികളെല്ലാവരും നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് മാലിന്യം നീക്കം ചെയ്യുക എന്ന് പറയുന്നത്. ഹരിതകർമ്മസേനയാണെങ്കിലും ജനപ്രതിനിധികളാണെങ്കിലും സന്നദ്ധ പ്രവർത്തകരാണെങ്കിലും മാലിന്യം നീക്കം ചെയ്തു വരുമ്പോൾ അതിനെ മലിനപ്പെടുത്താനായി കുറച്ച് മനുഷ്യർ ശ്രമിക്കുന്നു. അതാണ് നമ്മളുടെ തെരുവോരങ്ങളിൽ കണ്ടുവരുന്നത്. കുഴൽമന്ദം ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹൈവേയുമായി പങ്കിടുന്ന ഭാഗമാണ് കൂടുതലായി വരുന്നത്. നിരന്തരം ക്ലീൻ ചെയ്തു പോവുകയും മറ്റ് ജില്ലകളിൽ നിന്നും മറ്റ് പ്രദേശങ്ങളിൽ നിന്നും മാലിന്യം നിക്ഷേപിക്കുകയും ചെയ്യുന്നു. കർശന ശിക്ഷയുണ്ടെങ്കിൽ അത് കുറഞ്ഞു വരുമെന്ന് പറഞ്ഞതുപോലെ മാലിന്യം വലിച്ചെറിയുന്നവരാണെങ്കിലും മലിനജലം ഒഴുക്കി വിടുന്നവർക്കാണെങ്കിലും
5000 മുതൽ 10000 രൂപ വരെ ഫൈൻ കൊടുത്തുകൊണ്ട് കുഴൽമന്ദം ഗ്രാമപഞ്ചായത്ത് മുന്നിട്ട് നിൽക്കുന്നുണ്ട്. പല പ്രതിസന്ധികളും ജനപ്രതിനിധി എന്ന നിലയിലും ഇവിടെ അധികാരി എന്ന് പറയാൻ കഴിയില്ലെങ്കിലും പ്രഥമ അധ്യക്ഷ എന്ന നിലയിൽ ജനങ്ങളുടെ പരാതികളും പഴികളും കേൾക്കുകയാണെങ്കിലും നമ്മുടെ പഞ്ചായത്തിനെ നല്ല രീതിയിൽ നയിക്കാനായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും മുൻകൈ എടുത്തുകൊണ്ട് ഭരണസമിതി ഒന്നാകെ നിൽക്കുന്നുണ്ട് എന്നുകൂടെ ഇവിടെ കൂടിയ ജനങ്ങളെ അറിയിച്ചുകൊണ്ട് ഈ നമ്മുടെ ഐക്യം ഉണ്ടായെങ്കിലും ഈ പറഞ്ഞതുപോലെ 5 വിരലുകൾ വേറിട്ട് നിൽക്കുന്നതിന് ഒത്തൊരുമയോടുകൂടി മുഷ്ടി ചുരുട്ടി പിടിച്ചുകൊണ്ട് ഒന്നാണ് നമ്മൾ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ ഏത് പ്രതിസന്ധിയെയും നമ്മൾക്ക് നേരിടാൻ കഴിയും എന്നും കൂടെ അറിയിച്ചുകൊണ്ട് ഇന്നിവിടെ ഞങ്ങളെ എല്ലാവരെയും ആദരിച്ച സാന്ദീപനി ആശ്രമത്തെയും അതുപോലെ തന്നെ നമ്മുടെ ഇതിൽ പങ്കെടുത്ത അല്ലെങ്കിൽ ഇതിൽ പങ്കാളികളായ മുഴുവൻ ആളുകളെയും കുഴൽമന്ദം ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും സർവേശ്വരൻ നല്ല ആരോഗ്യവും ആയുസ്സും നൽകട്ടെ എന്നുകൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. അടുത്തതായി പൈതൃക ജില്ലയ്ക്ക് വേണ്ടി അമൃതം സാമൂഹ്യ സേവനത്തിൻ്റെ വേദിയിൽ കുത്തനൂരിൽ നിന്നുമുള്ള നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സഹദേവൻ PT അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമ. ഞങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റുമാരും ഒരുപാട് ആദരവുകൾ ഏറ്റുവാങ്ങിയിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു പുണ്യഭൂമിയിൽ നിന്ന് 5 മൂർത്തികളുടെ അനുഗ്രഹം ഏറ്റുവാങ്ങിയ ഈ മണ്ണിൽ നിന്ന് ഗുരുജിയെപ്പോലെ ആത്മീയ ശ്രേഷ്ഠനായ ഒരു മഹത് വ്യക്തിയിൽ നിന്ന് ആദരവ് ഏറ്റുവാങ്ങിക്കുന്നത് എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരും അത് ഏത് ജാതിയോ മതമോ ഒന്നും നോക്കാതെ എല്ലാവരെയും ഈ ധന്യവേദിയിൽ വിളിച്ചിരുത്തി ഒരു അനുഗ്രഹം തരിക എന്നുള്ളത് ദൈവം നേരിട്ട് വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ആ കടപ്പാട് ദൈവത്തിനോട് ഞാൻ പറഞ്ഞു കൊള്ളട്ടെ. ഒരുപാട് പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു ജനപ്രതിനിധികൾ എന്ന നിലക്ക് എന്നും വിമർശനങ്ങൾ ഏറ്റുവാങ്ങിക്കാൻ വിധിക്കപ്പെട്ടവരാണ് ഞങ്ങൾ ജനപ്രതിനിധികൾ. എന്തൊക്കെ 99% ചെയ്താലും ഏതെങ്കിലും ഒന്ന് ചെയ്തില്ലെങ്കിൽ ആ കുറവുകളെ കാണിച്ച് ഞങ്ങളെ വിമർശിക്കുകയും വേട്ടയാടുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ എന്തൊക്കെയോ ഈ പഞ്ചായത്തുകളിലും ഈ ജില്ലയ്ക്കും വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് എന്ന ബോധ്യം ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങളെ ഇതുപോലെ ആദരിച്ചതിനുള്ള കടപ്പാട് ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. എന്തായാലും ഈ മഹത് സ്ഥാനത്ത് നിന്നുകൊണ്ട് ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഒരു പ്രചോദനം, ഈ ആദരവ് ഞങ്ങൾക്ക് കുറച്ചുകൂടി ഗുരുജി ഞങ്ങളെ ആദരിക്കുമ്പോൾ അതാണ് പറഞ്ഞത്, ഇതുവരെയുള്ള പ്രവർത്തനങ്ങളെക്കാൾ കൂടുതൽ ദൈവം പ്രവർത്തിക്കാനുള്ള അനുഗ്രഹം തരട്ടെ എന്നാണ് ഞങ്ങൾ ഓരോരുത്തരോടും ഗുരുജി ഞങ്ങളോട് പറഞ്ഞത്. ആ ആദരവ് ഞങ്ങളുടെ മനസ്സിലുണ്ട്. ഒരു ചെറിയ ഭക്തനാണ് ഞാൻ. കൂടുതലൊന്നും ശ്രേഷ്ഠമായ സംഭാഷണങ്ങളോ മറ്റ് കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിലും ചെറിയ അച്ഛനമ്മമാരിൽ നിന്ന്, അച്ഛനും അമ്മയൊക്കെ കർഷക തൊഴിലാളിയായിരുന്നു, എങ്കിലും അവരിൽ നിന്ന് കേട്ടുപിടിച്ച ശീലങ്ങൾ നന്മ ചെയ്യണം, നന്മയായി പ്രവർത്തിക്കണം, ഭക്തി എന്നതിനുണ്ടായിരിക്കണം, മാതാപിതാ ഗുരു ദൈവം എന്ന സങ്കല്പം എന്നും മനസ്സിലുണ്ടാവണം എന്ന് പഠിപ്പിച്ച മാതാപിതാക്കൾ ഇന്ന് എൻ്റെ ഒപ്പം ഇല്ല. എങ്കിലും ആ വിശ്വാസത്തിൽ ഊന്നിയ പ്രവർത്തനം ഇന്നുവരെ ചെയ്യാൻ കഴിഞ്ഞു എന്ന 100% കഴിഞ്ഞു എന്നൊന്നും എനിക്ക് അവകാശപ്പെടാനില്ലെങ്കിലും ആ ഒരു കുറച്ചെങ്കിലും ചെയ്യാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസം എനിക്കുണ്ട്. ആ ആത്മവിശ്വാസം എനിക്ക് പകർന്നു തന്നത് അല്പമെങ്കിലും ഞാൻ ദിവസവും ഒരു 99% ഒന്നുകിൽ അമ്പലത്തിലോ, എൻ്റെ തൊട്ട് അമ്പലമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ക്ഷേത്രത്തിലോ, ഞങ്ങളുടെ കുടുംബക്ഷേത്രമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ പൂജാമുറിയിലോ ഒരു വിളക്ക് തിരി കൊളുത്തിയിട്ട് ആണ് എൻ്റെ ദിവസത്തെ പ്രാരംഭം കുറിക്കുക. അതൊരു പോസിറ്റീവ്, എല്ലാവർക്കും വിശ്വാസവും അന്ധവിശ്വാസവും വിശ്വാസവും എല്ലാവർക്കും ഉണ്ടാവാം. ആ ഒരു വിശ്വാസം എനിക്കൊരു പോസിറ്റീവ് എനർജി തരുമെന്ന് ഞാൻ ഇന്ന് ഈ നിമിഷം വരെ കണക്കാക്കിയിട്ടുണ്ട്. ദൈവത്തിനെ നേരിൽ കണ്ടവരുണ്ടോ എന്ന് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു വിപ്ലവകാരിയാണ്, ഒരു പത്രപ്രവർത്തകനാണ്.
അദ്ദേഹം എന്നോട് ചോദിച്ചു, ഞാൻ ഒരു ദിവസം ഗുരുവായൂർ പോയപ്പോൾ നിനക്ക് ഇത് തന്നെയാണ് പണി എന്ന് കളിയാക്കിക്കൊണ്ട് എന്നോട് ചോദിക്കുകയുണ്ടായി. ഞാൻ എൻ്റെ വിശ്വാസം ഞാൻ നടത്തട്ടെ, തമാശയാണ് പറഞ്ഞതെങ്കിലും. അപ്പോൾ അദ്ദേഹത്തിനോട് ഈയിടയ്ക്ക് ഞാനൊരു സംഭാഷണ മധ്യേ വീണ്ടും അദ്ദേഹം ചോദിച്ചു. ആ ചോദിക്കാനുള്ള കാരണം, ഞങ്ങൾ ഈ വർഷം എല്ലാ വർഷവും നമ്മൾക്ക് പഞ്ചായത്ത് ദിന ആഘോഷ പരിപാടികളുണ്ട്. ഫെബ്രുവരി മാസത്തിലാണത്. ഇപ്രാവശ്യം അത് ഗുരുവായൂർ വെച്ചിട്ടായിരുന്നു. ഫെബ്രുവരി 19 ഗുരുവായൂർ വെച്ച് പരിപാടിയൊക്കെ കഴിഞ്ഞു 20 ഞങ്ങൾ തിരിച്ചെത്തിയപ്പോൾ അദ്ദേഹം വീണ്ടും ഒരു സംഭാഷണ മധ്യേ ചോദിച്ചു, ഗുരുവായൂരൊക്കെ പോയില്ലേ, ഗുരുവായൂരപ്പനെ കണ്ടോ എന്ന് വളരെ ഒരു തമാശ രൂപത്തിലുള്ള ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഗുരുവായൂരപ്പനെ ഞാൻ കണ്ടു. ഗുരുവായൂരപ്പനെ കണ്ടോ? ഈ തിരക്കിൽ ഞാൻ കണ്ടു. എങ്ങനെ കണ്ടു? അത് അപ്പം ഞാൻ ആ കഥ പറഞ്ഞത് ഈ ദൈവത്തിനെ കണ്ടോ എന്ന ചോദ്യമാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. അപ്പോൾ ഞാൻ ഒരു 3 ചെറിയ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരുപാട് പഞ്ചായത്ത് പ്രസിഡന്റ് സംസാരിക്കുള്ളത് കൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ആദ്യം ഞാൻ ദൈവത്തിനെ കണ്ടത് ഗുരുജി, വലിയ മഹാനായ ഗുരുജി ഇരിക്കുമ്പോൾ അദ്ദേഹം ഒരുപാട് പരിചയസമ്പന്നനാണ്. ഗുരുവായൂർ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളൊക്കെ കേട്ടുകൊണ്ടിരുന്ന ആൾക്കാരുമാണ് ഈ പഞ്ചായത്ത് പ്രസിഡന്റാക്കി. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു അസുഖവുമായി ബന്ധപ്പെട്ട് ഞാൻ അഹല്യ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വന്നു മാസങ്ങൾക്ക് മുൻപ്. അഹല്യ ഹോസ്പിറ്റലിലേക്ക് പോയതൊരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് പോയത്. അപ്പോൾ നിർദ്ധനായ ഒരു സുഹൃത്താണ്, അദ്ദേഹത്തിന് ഈ ഞരമ്പുപരമായ ഒരു പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആ ദിവസം ടോക്കൺ കിട്ടിയാൽ സൗജന്യമായി അവിടെ ചികിത്സിക്കുന്ന ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളവിടെ എത്തിയത്. പക്ഷെ നിർഭാഗ്യവശാൽ ഞങ്ങളവിടെ എത്തുമ്പോഴേക്കും ടോക്കൺ അവസാനിച്ചു. സ്വാഭാവികമായും ഞാൻ വളരെ വിഷമിച്ചു, എൻ്റെ സുഹൃത്തിനേക്കാളും വിഷമിച്ചു. ഞങ്ങളവിടെ ഇങ്ങനെ വലിയ വിഷാദത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഒരു സഹോദരി എൻ്റെ അടുക്കൽ വന്നു, കുത്തന്നൂർ പഞ്ചായത്ത് പ്രസിഡൻ്റ് അല്ലേ എന്നോട് ചോദിച്ചു. ഞാൻ അതെ, എന്താണ് പ്രസിഡൻ്റ് ഇവിടെ? ഞാൻ കാര്യം അവതരിപ്പിച്ചു. അപ്പോൾ വളരെ വിഷമം ഉണ്ട്. എൻ്റെ സുഹൃത്തിന് സാമ്പത്തികപരമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ആളാണ്. ഈ ഓപ്പറേഷൻ കഴിക്കണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ വേണം. ഇന്നത്തെ ക്യാമ്പയിൻ്റെ ഭാഗമാണെങ്കിൽ 1 രൂപ പോലും ചിലവാകാതെ കഴിയുമെന്ന് അറിഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ ആ സഹോദരി പറഞ്ഞു, പ്രസിഡന്റ് ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞൊരു ക്യാബിനിലേക്ക് എന്നെയും എൻ്റെ ഒരു സുഹൃത്തിനെയും ഇരുത്തി. ആ സഹോദരി കുറച്ച് നേരം കഴിഞ്ഞ് തിരിച്ചു വന്നു. വീണ്ടും എന്നോട് ചോദിച്ചു, എന്നെ മനസ്സിലായോ പ്രസിഡന്റ് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, സത്യത്തിൽ പറഞ്ഞു എനിക്ക് മനസ്സിലായിട്ടില്ല. 3-4 കൊല്ലങ്ങൾക്ക് മുൻപ് ആ സഹോദരിയും അമ്മയും കൂടെ അപ്പോൾ എന്നെ ഓർമ്മപ്പെടുത്തി. ഒരു 3-4 വർഷങ്ങൾക്ക് മുൻപ് കുത്തന്നൂർ പഞ്ചായത്തിൽ പ്രസിഡന്റിനെ കാണാൻ വരികയും പ്രസിഡന്റ് എൻ്റെ അച്ഛൻ മരിച്ചതിന് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രസിഡന്റിൻ്റെ ഒരു സാക്ഷ്യപത്രം ഉണ്ടെങ്കിൽ അവർ താമസിച്ചിരുന്ന് കുത്തന്നൂരാണ്, പിന്നെ സ്ഥലം മാറി പോയവരാണ്. 5 ലക്ഷം രൂപ ഇൻഷുറൻസിൻ്റെ പൈസ കിട്ടും. അത് എൻ്റെ അച്ഛന് നേരിട്ട് അറിയാവുന്നതാണെന്നും അച്ഛൻ ഇന്ന രീതിയിൽ മരണപ്പെട്ടതാണെന്നും ഇന്ന ദിവസം മരണപ്പെട്ടാണെന്നും സാക്ഷ്യപത്രം കുത്തന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റിൽ നിന്ന് വേണം. അതായിരുന്നു ആവശ്യം അന്നത്തെ. ആ കഥ പറഞ്ഞപ്പോൾ ആ സഹോദരി എനിക്ക് ഓർമ്മ വന്നു. എനിക്കിപ്പോൾ ഓർമ്മ വന്നു എന്ന് പറഞ്ഞു. ആ സഹോദരി ശരിയെന്ന് പറഞ്ഞാൽ ഡോക്ടറെ അടുത്ത് ടോക്കൺ ഒന്നും കിട്ടിയില്ലെങ്കിലും കുത്തന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വന്നതാണെന്ന് പറഞ്ഞ് ഡോക്ടറെ കാണിച്ച് കൃത്യമായ ഓപ്പറേഷനൊക്കെ കഴിയേണ്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പം ഞാൻ ആ സഹോദരിയാണ് അന്ന് ദൈവമായി കണ്ടത്. ഞാൻ എന്നോ 3 കൊല്ലങ്ങൾക്ക് മുൻപ് ഒരു സാക്ഷ്യപത്രം കൊടുത്തതിൻ്റെ ഓർമ്മയിൽ എനിക്ക് ആ കുട്ടിയെ ഓർമ്മ തന്നില്ല. ആ കുട്ടി എൻ്റെ അടുക്കൽ വന്ന് കുത്തന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ, എന്താണ് കാര്യമെന്ന് ചോദിക്കുകയും രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്ത സ്ഥാനത്ത് നിന്ന് എന്നെ എൻ്റെ സുഹൃത്തിനെയും കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ച് സൗജന്യമായി ഓപ്പറേഷൻ വാങ്ങിത്തരാൻ കഴിഞ്ഞ ആ നിമിഷം ഞാൻ ദൈവത്തെ കണ്ടു. ഈ പഞ്ചായത്തിന് ആഘോഷ പരിപാടിയിൽ ഫെബ്രുവരി 19 ഗുരുവായൂർ പ്രസിഡന്റുമാർക്കൊക്കെ അറിയാം. ഗുരുജി അവിടെ ഉണ്ടായിരുന്നു, ഗുരുജുവിനെ അറിയാം. നല്ല പൂരത്തിന് തിരക്കായിരുന്നു അവിടെ. ഒരു കാരണവശാലും ഗുരുവായൂരപ്പൻ്റെ അമ്പലക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ കഴിയില്ല. കാരണം ഞങ്ങൾക്ക് വിവിധ പരിപാടികളിൽ മുഖ്യമന്ത്രി അടക്കം പരിപാടി ഉള്ളതുകൊണ്ട് അമ്പലത്തിൽ ക്യൂ നിന്ന ഈ പരിപാടികൾക്ക് പോകാൻ കഴിയുമായിരുന്നില്ല. ആ ദിവസത്തിൻ്റെ പ്രത്യേകതയുണ്ട്, എൻ്റെ മകളുടെ പിറന്നാൾ കൂടിയാണ്. അപ്പോൾ എൻ്റെ ഭാര്യയും മകളും പറഞ്ഞിരുന്നു ഗുരുവായൂരിലേ പോകണം. അപ്പോൾ ഗുരുവായൂരപ്പനെ കണ്ട് ഒരു അച്ഛനെ കൊടുത്ത് തൊഴുതിയിട്ട് വേണം വരാൻ എന്ന് പറഞ്ഞിട്ടാണ് വിട്ടാക്കിയത്. ആ സന്തോഷത്തോട് ഞാൻ പോവുകയാണ്. പക്ഷെ അവിടെ പോകുമ്പോൾ പൂരത്തിൻ്റെ തിരക്കാണ്. ഒരു കാരണവശാലും അമ്പലത്തിനുള്ളിലേക്ക് കയറാൻ കഴിയില്ല, അത്രയും തിരക്കായിരുന്നു. അപ്പോൾ ഞാൻ ആ മുൻപ് ഞാനും എൻ്റെ കൂടെ 5 സെക്രട്ടറിമാരുണ്ടായിരുന്നു. 5 സെക്രട്ടറിമാരും ഞാനും കൂടി
ഒരു ഹാളിലാണ് താമസിച്ചത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തൊഴുതി വളരെ നല്ല സ്നേഹത്തിൻ്റെ കണ്ണീര് ഗുരുവായൂരപ്പനെ അർപ്പിച്ച് മടങ്ങി വരികയാണ്. അപ്പോഴുണ്ട് എൻ്റെ ഒപ്പമുള്ള സെക്രട്ടറി, എൻ്റെ കുത്തനൂർ ഗ്രാമപഞ്ചായത്തിൽ സുനിൽ എന്ന സെക്രട്ടറിയാണ് ഇപ്പോൾ ഉള്ളത്, പെൺകുട്ടിച്ചക്കാരനാണ്. അദ്ദേഹത്തിനെ പരിചയമുള്ള ഒരാളടുത്ത് വന്ന് പറഞ്ഞു, എന്താ സുനിൽ നീ ഇവിടെ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ പരിപാടിക്ക് വന്നതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതിന് വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ കാര്യം കുത്തനൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാണ്, നമ്മൾക്ക് അവിടെ ഗുരുവായൂരപ്പനെ കാണാൻ പറ്റാത്തൊരു സാഹചര്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അവിടെയുള്ള ആ വ്യക്തി അവിടെ സെക്യൂരിറ്റി ജീവനക്കാരനാണ്. ആ സെക്യൂരിറ്റി ജീവനക്കാരൻ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് എന്നെയും 5 സെക്രട്ടറിമാരെയും ആ ഗുരുവായൂരപ്പൻ, ഞാൻ ഇന്ന് കുറേ പ്രാവശ്യം ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ തൊഴുതാൻ പോയിട്ടുണ്ടെങ്കിലും അതുപോലെ ഒരു തൊഴുതാൽ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഏതെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും ഒരു പുണ്യം ചെയ്താൽ ആ പുണ്യം ഈ രൂപത്തിൽ, അത് അന്ന് ഫെബ്രുവരി മാസം 19-ാം തീയതി ഒരു സെക്യൂരിറ്റി ജീവനക്കാരനായിട്ടാണ് ദൈവം എൻ്റെ മുന്നിൽ പ്രതീക്ഷിക്കപ്പെട്ടത്. അപ്പം നമ്മൾ ഗുരുവായൂരപ്പനെ കണ്ട് തൊഴുതാനുള്ള അനുഗ്രഹം എനിക്ക് കിട്ടിയത്. അതുപോലെ നമ്മൾ ഈ ഉള്ള കാലം ചെറിയ ചെറിയ കാലഘട്ടത്തിലാണെങ്കിലും നമുക്കാവുന്ന കാര്യങ്ങൾ ചെയ്താൽ ആ ഗുണം ദൈവം നമുക്ക് തരും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എന്നെയും പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും അനുഗ്രഹിച്ച ഈ ഗുരുജിയോടും ഈ മണ്ണിനോടുമുള്ള ആദരവും ബഹുമാനവും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി പാലക്കാട് മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി പ്രമീള ശശിധരൻ അവരെ ക്ഷണിക്കുന്നു. പൈതൃക ജില്ല പാലക്കാട് അമൃത ഭഗവത മഹോത്സവത്തിൽ അമൃത സാംസ്കാരിക വേദിയിൽ പങ്കെടുക്കുന്ന ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്ന മാത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രവീത മുരളീധരൻ, ഈ വേദിയിലിരിക്കുന്ന സംപൂജ്യ സ്വാമിജി ഉദിത് ചൈതന്യ അവർകൾ, മറ്റു വേദിയിലിരിക്കുന്ന എൻ്റെ സ്നേഹമുള്ള പഞ്ചായത്ത് മെമ്പർമാരെ, പഞ്ചായത്ത് പ്രസിഡൻറ്റുമാരെ, എൻ്റെ സ്നേഹമുള്ള സഹോദരന്മാരെ, വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചത്. കാരണം എന്തെന്ന് വെച്ചാൽ, നമ്മളെ എല്ലാവരും ഉദ്ഘാടന ചടങ്ങിൽ വിളിക്കും, അവിടെ ഒരു ആദരിക്കും എന്നതല്ലാതെ ഇത്തരത്തിലൊരു ആദരവ് നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം നമ്മളൊക്കെ നമ്മുടെ സ്വാമിജി പറഞ്ഞ പോലെ തന്നെ സമൂഹത്തിൽ ജനങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ നന്നായി ഇടപഴകാൻ അവസരം കിട്ടുന്ന വ്യക്തികളാണ് ഞങ്ങളെല്ലാവരും. ഇന്ന് നമ്മുടെ രാജ്യത്ത് സാമൂഹിക ഘടനയെ പ്രതികൂലമായി ബാധിക്കുന്ന ഗുരുതരമായ ഒരു പ്രശ്നമാണ് ലഹരി എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. ഈ വരുന്ന കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ പത്രങ്ങളിലൂടെ ഒരുപാട് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള നാട്ടിൽ നടക്കുന്ന ഓരോ വിപത്തുകളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി അല്ലേ? സത്യത്തിൽ നമുക്ക് മാനസികമായിട്ടും വൈകാരികമായിട്ടും വളരെയധികം വിഷമം തോന്നി പത്രങ്ങളിൽ വായിക്കുമ്പോൾ. അപ്പം സത്യം പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങളായി നമുക്ക് പത്രം വായിക്കണമെന്നേ ഇല്ല, ഒരു ന്യൂസ് കാണണമെന്നില്ല. കാരണം പത്രത്തിലെ ന്യൂസിലും ഈ ലഹരി പദാർത്ഥങ്ങളുടെ കൂടുതലായിട്ടുള്ള വരവാണ്. അതും നമ്മുടെ യുവതലമുറയെ അത് ബാധിക്കുന്നതായിട്ടുള്ള പ്രശ്നമാണ് കാണുന്നത്. ഇന്നത്തെ നമ്മുടെ സ്വാമിജി പറയേണ്ടായി, ഏറ്റവും കൂടുതൽ ഇടപഴകുന്ന രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന പ്രസിഡൻറ്റുമാരെയാണ് ഇവിടെ ആദരിക്കാൻ. അത് ലഹരി പദാർത്ഥങ്ങളിലെ നിർത്താൻ സാധിക്കുന്ന വ്യക്തികളാണ് എന്ന് വൃത്തിയായിട്ട് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇത്തരത്തിൽ ഇവിടെ ഈ സദസ്സിൽ ഞങ്ങളെ ആദരിച്ചത്. സത്യം പറഞ്ഞാൽ വളരെ ശരിയാണ് എന്നുള്ളതറിയാം. നമ്മളെ ഏറ്റവും കൂടുതൽ സ്കൂളുകളിലും നമ്മുടെ യുവതലമുറയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ നല്ല കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട്, ചീത്തയായ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇടപഴകുന്ന ആൾക്കാരാണ് ജനപ്രതിനിധികൾ. നമുക്കൊക്കെ ഇതിലൊരു പങ്കില്ലേ? സത്യം ചോദിച്ചാൽ നമ്മളൊക്കെ പഴയ കാലത്തൊരു കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നിന്നും അണുകുടുംബ വ്യവസ്ഥയിലേക്ക് വന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ലഹരി പദാർത്ഥങ്ങളുടെ കൂടുതലായിട്ടുള്ള വരവ് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. നമ്മൾ പഴയ കാലത്ത് ജീവിച്ച ഒരുപാട് വയസ്സായ, എന്നിലും കൂടുതലായ അമ്മമാരും മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ഒക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നിന്നും അണുകുടുംബ വ്യവസ്ഥയിലേക്ക് പോയുള്ള പ്രയാസം നമ്മൾ ഇന്ന് നേരിടുന്നില്ലേ? നമ്മുടെ കുട്ടികൾ നേരിടുന്നില്ലേ? നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതല്ലേ?
നമ്മളൊക്കെ വളർന്ന കാലഘട്ടങ്ങളിൽ നമുക്ക് അന്ന് ടി വിയോ സാങ്കേതിക വിദ്യയുടെ ഭാഗമായിട്ട് കമ്പ്യൂട്ടറോ മൊബൈലോ ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് വീട്ടിലുള്ള സംഭാഷണങ്ങൾ ജാസ്തിയായിരുന്നു. ഇന്ന് ആർക്കെങ്കിലും പരസ്പരം സംവദിക്കാനുള്ള സമയമുണ്ടോ? അതില്ലാതായി വരുമ്പോഴാണ് കുട്ടികൾ ഒറ്റപ്പെടുന്നത്, അല്ലേ? ബിരുദധാരികളായ നമ്മുടെ കൊച്ചുമക്കൾ ഇന്ന് ഒറ്റപ്പെടുന്ന ആ ഒരു കുടുംബത്തിലേക്ക് മാറുമ്പോൾ അവർക്ക് ഈ മൊബൈലിലൂടെ അതുപോലെ കമ്പ്യൂട്ടറിലൂടെയും പലതരം കളികളിലൂടെയും അവർ ആ മനസ്സിനെ മാറ്റിയെടുക്കുന്നു. ഇന്ന് നമ്മളൊക്കെ അറിയാം, രക്ഷിതാക്കളെല്ലാവരും ജോലി ചെയ്യുന്ന ആ ഒരു കാലഘട്ടത്തിലേക്ക് പോകുമ്പോൾ മക്കൾ ഒറ്റപ്പെടും. അതുപോലെ തന്നെ നമുക്കറിയാം, ഇന്ന് കുട്ടികളെ നിർബന്ധപൂർവ്വം നീ എൻജിനീയർ ആവണം, ഡോക്ടർ ആവണം എന്നുള്ള കുട്ടിക്കുള്ള അഭിരുചി അനുസരിച്ചിട്ടുള്ള വിദ്യാഭ്യാസ രീതിയല്ല മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇന്ന് നിർബന്ധിത വിദ്യാഭ്യാസ രീതി രക്ഷിതാക്കൾ അടിച്ചമർത്തുമ്പോൾ അവരെ ഒറ്റപ്പെട്ടു പോകുന്നു എന്നുള്ളതിൻ്റെ പേരിലാണ്. ഇതിൽ നമുക്ക് ലഹരി എല്ലാം നിർത്തണമെങ്കിൽ ആദ്യം നമ്മുടെ കുടുംബമാവണം നന്നാവണം, അല്ലേ? ആദ്യം ഞാൻ നന്നാവണം, പിന്നെ എൻ്റെ കുടുംബം നന്നാവണം, പിന്നെ എൻ്റെ സമൂഹം നന്നാവണം, പിന്നെ എൻ്റെ രാജ്യം നന്നാവണം. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഈ ഒരു ലഹരി പദാർത്ഥത്തിൻ്റെ മനസ്സിലാക്കുന്ന ഈ രാഷ്ട്രീയ നേതാക്കളെ ഇവിടെ വിളിച്ച് ഈ ഒരു കാര്യം ഇതിന് ഒരു ആദരവ് തന്നതിൽ തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുണ്ട്. ഈ ഇരിക്കുന്ന രാഷ്ട്രീയ നേതാക്കളും ഈ ഇരിക്കുന്ന കുടുംബാംഗങ്ങളും ഒറ്റക്കെട്ടായി വിചാരിച്ചാൽ, ഒരുമയോടെ പ്രവർത്തിച്ചാൽ, നമ്മൾ ഓരോ ഓണത്തിനും ഓരോ വിശേഷങ്ങൾക്കും ഒരുമയും സൗഹാർദ്ദവും ഒക്കെ വാട്സപ്പിലൂടെ മാത്രമല്ലാതെ ഇത് ഒത്തൊരുമിച്ച് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യം നന്നാവാൻ അധിക നേരമൊന്നും വേണ്ട എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തത് പിരായിരി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഷറീന ബഷീർ. ബഹുമാന്യായ അധ്യക്ഷ, മാത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രവിത മുരളീധരൻ, നമുക്ക് എല്ലാവർക്കും ഇവിടെ വളരെയധികം ഒരുപാട് ഞങ്ങൾ പ്രസിഡന്റുമാരെല്ലാവരും ഇവിടെ വന്നിരിക്കുമ്പോൾ തന്നെ ഇവിടെ ഭാഗവതം സമർപ്പിക്കുകയുണ്ടായി. കുറേയൊക്കെ ഞാനും കേട്ടു. വളരെയധികം മനുഷ്യ ജീവിതത്തിന് പ്രയോജനമാകുന്ന കാര്യങ്ങളായിരുന്നു സ്വാമിജിയുടെ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ സ്വാമിജി അവർ, അതുപോലെ തന്നെ നമ്മുടെ നഗരസഭാ ചെയർപേഴ്സൺ, അതുപോലെ തന്നെ പ്രസിഡൻറ്റുമാർ, അമ്മമാർ, അച്ഛന്മാർ, സഹോദരി സഹോദരന്മാർ, നമ്മുടെ ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് ഭാരവാഹികളെ, എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൽ ഇങ്ങനൊരു ആദരവ് തന്നതിന് എൻ്റെ ഭാരവാഹികളെ നന്ദി പറയുകയാണ്. കാരണം തൊട്ടടുത്ത് കിടക്കുന്ന ഒരു പഞ്ചായത്താണ്, മാത്തൂർ പഞ്ചായത്തിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു പഞ്ചായത്താണ് പിരായിരി പഞ്ചായത്ത്. പഞ്ചായത്ത് പ്രസിഡൻറ്റുമാനെ വളരെ കാലം പരിചയമുണ്ട്. 15 വർഷത്തോളമായി ഞാൻ ഈ പൊതുപ്രവർത്തന രംഗത്ത് ഒരേ ഇതിൽ പ്രവർത്തിക്കുന്നു. ആദ്യം 5 വർഷം ഒരു 5-ാം വാർഡിൽ നിന്നു, വീണ്ടും അവിടുന്ന് 12-ാം വാർഡിലേക്ക് പോയി, വീണ്ടും അവിടുന്ന് 5-ാം വാർഡിലേക്ക്. അപ്പോഴും നമുക്ക് ഓരോ സ്ഥാനങ്ങളും ഉണ്ടായിരുന്നു. ജനങ്ങളോട് അടുത്ത് നിൽക്കാനും സാധാരണക്കാരായ ജനങ്ങളെ മനസ്സിലാക്കാനും ഇവിടെ സ്വാമിജി പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. വളരെയധികം സന്തോഷത്തോടെ തന്നെ പറയട്ടെ, ഇന്ന് ഇവിടെ ഞങ്ങളെ വിളിച്ചു കൂട്ടിയ പ്രാധാന്യം തന്നെ ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. ലഹരി പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിന്, ഒരു കുടുംബത്തിനെ തന്നെ താറുമാറാക്കുന്ന, ഒരു സമൂഹം തന്നെ താറുമാറാകുന്ന ഒരു തരത്തിലേക്കാണ് ഇന്ന് സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. അച്ഛനമ്മമാരെ തിരിച്ചറിയുന്നില്ല, ആങ്ങള പെങ്ങളമാരെ തിരിച്ചറിയുന്നില്ല, ജനതയെ തന്നെ തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കടന്നു പോകുമ്പോൾ ഓരോ പൗരൻ്റെയും കടമ കൂടിയാണ് നമ്മൾ അതിൽ നിന്ന് മാറ്റം വരുത്തുക എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത്. അതുപോലെ തന്നെ മാലിന്യ പ്രശ്നം ഏറ്റവും കൂടുതൽ നമുക്ക് അസുഖങ്ങൾ വർദ്ധിച്ചു വന്നു. നമ്മൾ തന്നെ അസുഖങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലേക്ക് നമ്മൾ ആരും മാറിപ്പോകരുത്. അതും കൂടെ പ്രത്യേകം എല്ലാവരിലേക്കും എത്തിക്കാൻ ഇന്ന് സമൂഹം മെനക്കെട്ടുകൊണ്ടിരിക്കുകയാണ്. അതും വളരെയധികം
നമ്മൾ ഓരോ പൗരൻ്റെയും കടമയും കൂടിയാണ്. വളരെയധികം സന്തോഷത്തോടെ തന്നെ എല്ലാവിധ നമുക്ക് ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതും എല്ലാവിധ സർവശക്തനായ നാഥൻ്റെ തുണ എല്ലാ കുടുംബത്തിനും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആശംസകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി എലപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രേവതി ബാബു അവർകളെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വേദിയിലുള്ള ബഹുമാന്യനായ സ്വാമിജി, എൻ്റെ മുന്നിലുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, വേദിയിലുണ്ടായിരുന്ന പഞ്ചായത്ത് അധ്യക്ഷന്മാർ, മുനിസിപ്പൽ അധ്യക്ഷ അടക്കമുള്ള എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ സമയം ചോദിച്ച് വാങ്ങിച്ചതാണ്. കാരണം നന്ദി പറയാൻ പോവുകയാണ്. എനിക്ക് 2 വാക്ക് നിങ്ങളോട് പറയണമെന്ന് ചോദിച്ച് വാങ്ങിച്ചതാണ്. ഇന്ന് ഈ വേദിയിൽ നിൽക്കാനായിട്ട് ഞാൻ ഇന്ന് കാലത്താണ് ബാംഗ്ലൂരിൽ നിന്ന് 6 മണിക്കാണ് എത്തിയത്. വേറെ എനിക്ക് ഔദ്യോഗികമായ ഒരു പരിപാടിയും ഇല്ല. അന്ന് 10 ദിവസത്തെ പ്രോഗ്രാമിന് പോയിട്ട് അത് വെട്ടിച്ചുരുക്കി 4 ദിവസമാക്കി ചുരുക്കി ഇന്ന് കാലത്താണ് ഞാനിവിടെ എത്തിയത്. ഈ പരിപാടിക്ക് മാത്രമായിട്ടാണ് എത്തിയത്. ഈ മണ്ണിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ ഇന്നലെ മുതൽ ഈ വരുന്ന 7 ദിവസവും നിങ്ങളുടെ മനസ്സും ശരീരവും ശുദ്ധമാക്കിക്കൊണ്ട് അത് ഒരു പ്രാർത്ഥനാപൂരിതമാക്കിക്കൊണ്ട് സമൂഹത്തിലേക്ക് നിങ്ങളിലൂടെ ഊർജം പകർന്നു നൽകാനായി തയ്യാറായി വന്നിരിക്കുന്ന വ്യക്തിത്വങ്ങളാണ്. അതിൽ നമിക്കുന്നു നിങ്ങളുടെ മുന്നിൽ എന്ന് പറയാനാണ് ഞാൻ ആദ്യം ഉപയോഗിക്കുന്നത് വാക്കുകൾ. കാരണം ഇന്നിപ്പം പറഞ്ഞ 3 പോയിൻ്റുകളുണ്ട് സ്വാമിജി പറഞ്ഞത്. ഈ മാലിന്യവുമായി ബന്ധപ്പെട്ടും അതുപോലെ കൃഷിയുമായി ബന്ധപ്പെട്ടും ഒക്കെ തന്നെ. കൃഷിയുമായി ഞങ്ങളുടെ പഞ്ചായത്തിൽ കുട്ടികളെ കൃഷിയിലേക്ക് ഇറക്കിക്കൊണ്ട് പാടം 1 പാടത്തേക്ക് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു പരിപാടി എലപ്പുള്ളി പഞ്ചായത്താണ് സംഘടിപ്പിച്ചത്. കൃഷിമന്ത്രിയാണ് വന്ന് ഉദ്ഘാടനം ചെയ്തത്. ഒരു 50 സെൻറ്റ് സ്ഥലം കുട്ടികൾക്കായിട്ട് വിട്ടുകൊടുത്തു. അവരെ ഞാറ് പറിക്കുന്നു, അവരെ ഞാറ് നടുന്നു, അവരെ കൊയ്യുന്നു. അത്തരത്തിലേക്ക് കുട്ടികളെ കാർഷിക സംസ്കാരം വളർത്തിയെടുക്കാൻ ഞങ്ങൾ ഒരു ചുവട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പം എൻ്റെ വീടിനടുത്തുള്ള UP സ്കൂളിൽ 160 കിലോ ചേനയാണ് ആ കുട്ടികൾ വിളവെടുത്തത്. കുട്ടികൾ ചേന കൃഷി ചെയ്ത് വിളവെടുത്തത് 160 കിലോ ചേന. അപ്പം നമ്മൾ എല്ലാ സ്കൂളുകളിലും തീർച്ചയായും സ്വാമിജി പറഞ്ഞത് വളരെ ശരിയാണ്. കാർഷിക സംസ്കാരമുണ്ട്. അതിനൊരു നയം നമ്മുടെ ഗവൺമെൻറ് കൊടുക്കുന്നില്ല എന്നുള്ളൊരു വിഷമമാണ് ഉള്ളത്. കാരണം കൃഷിക്കാരന് ഒരു വിലയില്ല. ഞാൻ കൃഷിക്കാരൻ്റെ മോളാണ്. അത് ഞാൻ എല്ലാവരുടെയും അഭിമാനത്തോടെ പറയും. ഞാനൊരു കൃഷിക്കാരൻ്റെ മോളാണ്. കൃഷിപ്രവർത്തികൾ A to Z അറിയാവുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോഴും ചേറിലും പാടത്തും പറമ്പിലും ഒക്കെ കർഷകരുടെ ഒപ്പം ഞാൻ നടാനും കൊയ്യാനും പോകുന്നുണ്ട്. ഉദ്ഘാടനത്തിനായാലും ശരി, അതെൻ്റെ ഒരു ആവേശമായിട്ട് ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. ഇന്നത്തെ പത്രത്തിൽ പോലും ഒരു ഉദ്ഘാടന പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ കൃഷി ഞങ്ങളുടെ പഞ്ചായത്ത് അന്യം നിന്ന് പോയിട്ടുള്ള 12ഓളം നെൽവിത്തിനങ്ങൾ കൃഷി ചെയ്ത ഒരു പഞ്ചായത്താണ്. ഗവൺമെൻറ് പറഞ്ഞത് ഒരു പഞ്ചായത്ത് ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ 68 മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി ചരിത്രം സൃഷ്ടിച്ച ഒരു പഞ്ചായത്താണ്. അപ്പം കൃഷി എന്നുള്ളതിന് വളരെയേറെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു പഞ്ചായത്താണ്. പൂക്കൃഷിയെക്കുറിച്ച് പറഞ്ഞു. കഴിഞ്ഞ വർഷം 10 ഏക്കർ പൂക്കൃഷി ചെയ്തിരുന്നെങ്കിൽ ഈ വർഷം 25 ഏക്കർ പൂക്കൃഷി ചെയ്ത് എലപ്പുള്ളി പഞ്ചായത്താണ് ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ പൂക്കൃഷി ചെയ്ത പഞ്ചായത്തായിട്ട് മാറ്റിയെടുക്കാൻ കഴിഞ്ഞത്. അങ്ങനെ 68 ഏക്കറോളം സ്ഥലം തരിശ് നിലങ്ങൾ കൃഷിയോഗ്യമാക്കിക്കൊണ്ടുള്ള ഒരു പഞ്ചായത്താണ്. തരിശ് നിലങ്ങൾ കൃഷിയോഗ്യമാക്കുക എന്ന് ഗവൺമെൻറ് അവിടെ നിന്ന് പറഞ്ഞെങ്കിലും നമ്മൾ അതിന് മുന്നൊരുക്കം തുടങ്ങിയ ഒരു പഞ്ചായത്താണ്. 68 ഏക്കർ സ്ഥലം തരിശ് നിലം കൃഷിയോഗ്യമാക്കാൻ കഴിഞ്ഞു എന്നുള്ള അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പം മയക്കുമരുന്നിൻ്റെ കാര്യത്തിൽ എല്ലാവരും പറഞ്ഞു. അതിലൊരു ചെറിയ കണക്ക് മാത്രം ഞാൻ പറയാം. കാരണം വെറുതെ മയക്കുമരുന്നിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മളെല്ലാവരും TV-യിലും പത്രത്തിലും കൂടെ കാണുന്നതാണ് എല്ലാ വിവരങ്ങളും. അപ്പോൾ ഞങ്ങളുടെ പഞ്ചായത്തിൽ 22 വാർഡുണ്ട്. ഈ 22 വാർഡിൽ ഒരു വാർഡിൽ 5 വിദ്യാർത്ഥികൾ, അത് UP സ്കൂൾ തലം മുതൽ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് മയക്കുമരുന്നിൻ്റെ ഉപയോഗം. അത് അവർക്ക് ഗുളിക രൂപത്തിൽ, ജെല്ല് രൂപത്തിൽ, സ്റ്റാമ്പ് രൂപത്തിൽ, പല രൂപത്തിലായിട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. UP സ്കൂൾ മുതൽ കോളേജ് തലം വരെയുള്ള 5 സ്റ്റുഡൻസ് ഒരു വാർഡിൽ ഇതിനടിമയായി എന്നിരുന്നാൽ ഒരു പഞ്ചായത്തിൽ 100 കണക്കിന് കുട്ടികൾ ഇതിനടിമയാകുന്നു അല്ലേ? ഒരു ചെറിയ കണക്കാണ് ഞാൻ പറയുന്നത്. അതൊരു ജില്ലയിൽ 1000കണക്കിന് കുട്ടികൾ ഇതിനടിമകളാകുന്നു. അതൊരു സംസ്ഥാനത്താണെങ്കിൽ ലക്ഷക്കണക്കിന് കുട്ടികൾ ഇതിനടിമകളാകുന്നു. ഈ ലക്ഷക്കണക്കിന് കുട്ടികൾ മാത്രമാണോ ഇതുമൂലം നശിക്കുന്നത്? അവരുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, സാമ്പത്തികം, ആ കുടുംബങ്ങൾ മൊത്തം
തകരാറിലാകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കുടുംബത്തിൻ്റെ മാനസികാവസ്ഥ, സാമ്പത്തികം, മകൻ പഠിച്ച് ഡോക്ടറാകണം എന്നുള്ള വലിയ പ്രതീക്ഷയോടുകൂടി ഇല്ലാത്ത കാശുണ്ടാക്കി മകനെ പഠിപ്പിക്കുമ്പം മകൻ വഴിതെറ്റിപ്പോയി ആ കുടുംബം നശിക്കുമ്പോൾ അതൊരു നാടിൻ്റെ നാശമായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. ഇത്തരം സന്ദേശങ്ങളാണ് നമ്മൾ സ്കൂൾ തലം മുതൽ കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭീകരാവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് നമ്മുടെ പഞ്ചായത്തിൽ നിലനിൽക്കുന്നത്. കുട്ടികളെ ഇതിൽ നിന്നും മാനസാന്തരപ്പെടുത്തണം എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. നമ്മുടെ പ്രപഞ്ച സത്യങ്ങളായിട്ടുള്ള മണ്ണിനെയും പ്രകൃതിയെയും അതുപോലെ തന്നെ നശിപ്പിച്ചും കൊണ്ടുള്ള ഒരു സംസ്കാരം നമുക്ക് വേണ്ട. മണ്ണും പ്രകൃതിയും സംരക്ഷിച്ചു കൊണ്ടുള്ള ഒരു സംസ്കാരം മാത്രം മതി. നേരത്തെ സൂചിപ്പിച്ച മാതാപിതാ ഗുരു ദൈവം ഇത് മുഴുവൻ മറന്നുകൊണ്ടുള്ള ഇന്നത്തെ പുതുതലമുറയുടെ പോക്കാണ് ഇന്ന് നമ്മൾ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെ തിരിച്ചു പിടിക്കാനാണ് പൈതൃക ജില്ല പാലക്കാട് എന്നുള്ള ഈ ഒരു വേദി തയ്യാറായിരിക്കുന്നത് എന്നാണ് എനിക്ക് അഭിമാനത്തോടെ പറയാനുള്ളത്. എന്തായാലും ഇതൊരു തുടക്കമാകട്ടെ. പാലക്കാടിൻ്റെ ചരിത്രം ഇന്ത്യയിൽ മൊത്തം വ്യാപിക്കാൻ ഇടവരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. അടുത്തത് പെരുങ്ങോട്ടുകുറിശി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കേരള കുമാരി അവരെ ക്ഷണിക്കുന്നു. അഞ്ചുമൂർത്തി അമ്പലത്തിൽ നടക്കുന്ന ഈ മഹത്തായ പരിപാടിക്ക് അധ്യക്ഷ സ്ഥാനം വഹിച്ച മാത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ്, അതിലുപരി ഭാഗവത സപ്താഹയജ്ഞം പ്രഭാഷണം നടത്തുന്ന സ്വാമിജി ശ്രീ ഉദിത് ചൈതന്യ അവർകൾ, സദസ്സിനെ ധന്യമാക്കി തീർത്തുള്ള അതുപോലെ പ്രസിഡന്റുമാർ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എൻ്റെ അടുത്ത് 2 വാക്ക് സംസാരിക്കാനുള്ള സമയമാണ് അനുവദിച്ചിരിക്കുന്നത്. എന്തായാലും 2 വാക്ക് പറയാതെ ഞാൻ ഇവിടെ നിന്ന് പോവില്ല. വളരെയധികം സന്തോഷമുണ്ട്. ഈ ട്രസ്റ്റിലെ ആളുകൾ എന്നെ ക്ഷണിച്ച്, പഞ്ചായത്തിൽ വന്ന് ക്ഷണിച്ച് ഇവിടെ ഒരു ആദരവ് തന്നതിൽ വളരെയധികം സന്തോഷിക്കുകയാണ്. കാരണം പഞ്ചായത്ത് പ്രസിഡന്റുമാരെ ഒരുപാട് ആദരവ് കിട്ടിയിട്ടുണ്ടെങ്കിലും ഈ അഞ്ചുമൂർത്തി അമ്പലത്തിൽ വെച്ച് ഇത്രയും മഹത്തായ ഒരു സംഭവം നടക്കുന്ന ആ വേദിയിൽ ഒരു ആദരവ് കിട്ടുക എന്ന് പറയുന്നതിൽ വേദം, ഇതിലും വേഗം ഒരു സംതൃപ്തി നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. സ്വാമിജി പറഞ്ഞ 2-3 കാര്യങ്ങൾ, ഞാനും ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച ഒരാൾ തന്നെയാണ്. കൃഷിയുമായി മല്ലടിച്ചും പശുക്കളെ വളർത്തിയും കാർഷിക മേഖലയിൽ എന്തെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ടോ അതിലൊക്കെ അഹോരാത്രം പണിയെടുത്തിട്ടാണ് ഈ വേദിയിലെ നിൽക്കുന്നത് എന്ന്. എൻ്റെ കുടുംബം ഒരു കർഷക കുടുംബം തന്നെയാണ്. ഇന്നത്തെ മക്കൾ, പണ്ടൊക്കെ നമ്മൾ നമ്മുടെ മക്കളെ വിളക്ക് വെച്ച് കഴിഞ്ഞാൽ സന്ധ്യാനാമം ചെല്ലിക്കുമായിരുന്നു. ഇന്നത്തെ തലമുറയിലെ മക്കൾ ഇതൊന്നും ചെയ്യുന്നില്ല. അവരെ വിളിച്ചാൽ അവർ വന്ന് ഇരിക്കുകയില്ല. പക്ഷേ സ്വാമിജി പറഞ്ഞ 2-3 കാര്യം വളരെ നല്ല ഒരു കാര്യം തന്നെയാണ്. കാരണം ഇന്ന് ഡ്രഗ്സിന് അടിമയായി നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടുവരുമ്പോൾ വളരെ നമ്മുടെ സങ്കടമാണ് നമ്മൾക്ക് ഇതൊക്കെ കാണുന്നത്. നമ്മുടെ മക്കളെ പോലെ തന്നെ മറ്റുള്ള രക്ഷിതാക്കളും മക്കളെ വളർത്തുന്നത് എന്ന് ആലോചിക്കുമ്പോൾ തന്നെ വളരെ ഒരു സങ്കടമായ കാര്യം. നമ്മൾ പഞ്ചായത്ത് തലത്തിലൊക്കെ വളരെ ക്ലാസ്സുകളെല്ലാം കൊടുക്കുന്നുണ്ടെങ്കിലും സ്വാമിജി പറഞ്ഞ ആ ഒരു കാര്യം, പരീക്ഷയ്ക്ക് വരുമ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, ക്ലാസ്സിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. ഈ രീതിയിൽ പോവുകയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നല്ലൊരു തലമുറയെ നമ്മൾക്ക് വാർത്തെടുക്കാൻ കഴിയും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അമൃതം സാമൂഹിക സേവനത്തിൻ്റെ ഈ വേദിയെ ഉജ്ജ്വലമാക്കിയ എല്ലാവർക്കും സന്തോഷം. അടുത്തതായി ഈ ഔപചാരിക വേദി സമാപിക്കുന്നതിന് മുൻപ് ഒരു ലഹരി വിരുദ്ധ സന്ദേശം പകരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അമൃതം ഭാഗവത മഹോത്സവത്തിൻ്റെ ആചാര്യൻ പൂജ്യ സ്വാമി ഉദിത് ചൈതന്യജിയുടെ ഒരു സന്ദേശം കൂടിയാണ്. സമൂഹത്തെ കാർന്നു തിന്നുന്ന നമ്മുടെ ഈ ലഹരിയെ, ലഹരി ഭ്രഷ്ട് എന്നുള്ള രീതിയിൽ അതിനെ നമ്മളുടെ ജീവിതത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും രാജ്യത്തിൽ നിന്നും ഒക്കെ പുറത്താക്കുവാൻ വേണ്ടി നമ്മൾ തീർച്ചയായും നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട ഒരു സംഗതിയാണ്. ഈ ലഹരി വിരുദ്ധ സന്ദേശത്തെ പറയുവാൻ വേണ്ടി ക്ഷേത്രാദർശൻ ഓർഗനൈസിംഗ് ജനറൽ സെക്രട്ടറിയും പ്രമുഖ മാധ്യമ പ്രവർത്തക, ദൂരദർശൻ, സൂര്യ TV എന്നീ ചാനലുകളുടെ ന്യൂസ് റീഡറും കൂടിയായിരുന്ന, ഇപ്പോൾ ക്ഷേത്രാദർശൻ്റെ മാനേജിംഗ് എഡിറ്ററും കൂടിയായ ശ്രീമതി എബിത വി നായരെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. അമൃതം ഭാഗവതത്തിൻ്റെ ഈ മഹനീയ വേദിയിൽ ലഹരി വിരുദ്ധ സന്ദേശം പകർന്നു നൽകുക എന്ന കർത്തവ്യമാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത്.
വളരെ സന്തോഷത്തോടെ ഈ അവസരം ഞാൻ സ്വീകരിക്കുകയും ഇതിന് നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ഈ ലഹരി വിരുദ്ധ സന്ദേശത്തെ ഒരു പ്രതിജ്ഞയായി കാണുക. ഓരോ പോയിൻ്റായിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. ശ്രദ്ധയോടെ ശ്രവിക്കുക, ഉൾക്കൊള്ളുക, പ്രാവർത്തികമാക്കുക. ജീവിതം നേട്ടമാക്കാം ഒരു കൂട്ടായ്മയിലൂടെ. സ്വയം നശിക്കാൻ തീരുമാനിക്കലാണ് ലഹരിയുടെ പാത തിരഞ്ഞെടുത്താൽ. തുടക്കത്തിൽ സുഖം തോന്നാം, പിന്നീട് മാനസിക ശാരീരിക രോഗങ്ങളിലേക്കുള്ള യാത്രയാണത്. ഓരോരുത്തർക്കും ജനിക്കുമ്പോൾ കഴിവും ശക്തിയുമുണ്ട്, അത് കണ്ടെത്തുക. ആസുരിക സുഖങ്ങളിലേക്ക് വീണാൽ കഴിവിനോടൊപ്പം ജീവിതവും നശിക്കും. ക്രോധം, വിദ്വേഷം, എടുത്തുചാട്ടം, ആക്രമണശീലം, അതുവഴി പൈശാചിക ജന്മത്തിലേക്ക്. നൊന്തു പ്രസവിച്ച അമ്മയെയും കഷ്ടപ്പെട്ട് വളർത്തിയ അച്ഛനെയും കൂടപ്പിറപ്പുകളെയും ഉപദ്രവിച്ച് വേദനിപ്പിക്കുന്ന സുഖം നാശത്തിലേക്കും പാപത്തിലേക്കും എത്തും. നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുക, സുഹൃത്തുക്കളായി വരുന്നവരെ തിരിച്ചറിയുക. ലഹരിക്ക് അടിമപ്പെടുത്തുന്നവർ ചതിക്കാനും മടിക്കില്ല. ലഹരി യുവത്വത്തിൻ്റെ ഭാവി തകർക്കും. ലഹരിക്ക് അടിമയായാൽ ജീവിതം തളരും, മറ്റുള്ളവർക്ക് ശാപമാകും. ദൈവം തന്ന ജീവിതത്തെ നശിപ്പിക്കരുത്. സ്നേഹം, സന്തോഷം, സൗഹൃദം ഇവ പങ്കിടുക. സ്വയം ഉയർന്ന് മറ്റുള്ളവരെ ഉയർത്തി ആദരവിന് പാത്രമാകുക. ഒരുമയിലൂടെ ഒത്തുപോകാം, അതിനാകട്ടെ ലഹരി ഭ്രഷ്ട് വ്രതം. സ്വന്തം പൈതൃകം കണ്ടെത്തുന്നവരാണ് നാടിനെ പൈതൃക നാടാക്കി മാറ്റുന്നത്. നാടിൻ്റെ മഹിമ നിലനിർത്തുന്നതോടൊപ്പം പുതിയ പൈതൃക സംസ്കൃതി നാടിന് പകരാൻ എല്ലാവരും കഴിവുള്ളവരാകണം. നല്ല പൈതൃക സംസ്കാരത്തോട് ചേരുമ്പോൾ സ്വന്തം പൈതൃക മഹിമ കണ്ടെത്താം. അതിലൂടെ നാടിൻ്റെ പൈതൃകം മനസ്സിലാക്കാം. പാലക്കാട് ഒരു പൈതൃക ജില്ലയാണ്. അമൃതം ഭാഗവത ഉത്സവം ആഘോഷിക്കുന്നത് ഓരോരുത്തരുടെയും പൈതൃക വൈഭവം കണ്ടെത്താൻ. നാളെ നിങ്ങളിലൂടെ നാടിൻ്റെ പൈതൃകം അറിയപ്പെടാൻ സാധിക്കുമാറാകട്ടെ. എല്ലാവരും ഈ സന്ദേശം ഉൾക്കൊള്ളുക. നമ്മുടെ വരും തലമുറയ്ക്ക് ഉപയുക്തമാക്കി വഴികാട്ടിയാകാൻ ഈ സന്ദേശം ഉൾക്കൊണ്ടവർക്ക് കഴിയുമാറാകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. അമൃതം സാമൂഹ്യം സേവനം എന്ന നമ്മുടെ സാംസ്കാരികോത്സവത്തിൻ്റെ ഔപചാരികമായ നന്ദി പ്രകാശനത്തിനു വേണ്ടി സാധനാ മാതൃസമിതി അംഗമായ ശ്രീമതി ബബിത കണ്ണനെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. അമൃതം ഭാഗവതം മഹോത്സവത്തിൻ്റെ 1-ാം ദിനമായ ഇന്ന് അമൃതം സാമൂഹ്യ സേവനം എന്ന പ്രൗഢഗംഭീരമായ പരിപാടിയിൽ അധ്യക്ഷത സ്ഥാനം അലങ്കരിച്ച മാത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രവിത മുരളീധരൻ, പാലക്കാടിൽ നിന്നും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കും മുനിസിപ്പൽ ചെയർപേഴ്സൺ ഈ പരിപാടിയിൽ പങ്കെടുത്ത സദസ്സിലെ സജ്ജനങ്ങൾക്കും ഈ പരിപാടിയിൽ നമ്മളെ അനുഗ്രഹിച്ച സ്വാമി ഉദചൈതന്യജിക്കും സാന്ദീപിനി സാധനാലയത്തിൻ്റെയും സാധനാ മാതൃസമിതിയുടെയും കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അമൃതം സാമൂഹ്യ സേവനത്തിൻ്റെ ഈ വേദി ഉജ്ജ്വലമാക്കി തീർത്ത എല്ലാവർക്കും അഭിനന്ദനത്തിൻ്റെയും അഞ്ചുമൂർത്തി ക്ഷേത്ര മാനിക്കോട് സാന്ദീപിനി സാധനാലയത്തിൻ്റെയും മൈത്രി ഇവിടെ രേഖപ്പെടുത്തുകയാണ്.